ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോ ഹോസ്റ്റ് ഷമീസ് തന്നെ മേഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. സൗണ്ട് ക്ലിയർ ആണോ? ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെ കുറിച്ച് അതേപോലെ തന്നെ ഇന്നത്തെ സെഷനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. എന്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2016 മുതൽ 2020 വരെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈനായിട്ട് ഹോട്ടലുകളിൽ വെച്ചായിരുന്നു. 2020 ശേഷം നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലാണ്. സോ ഇതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഏകദേശം 1000-ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാനിപ്പോൾ ഈ സെഷൻ എടുക്കുന്നത് തിരുവനന്തപുരത്തിരുന്നാണ്. നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഏതൊക്കെ ലൊക്കേഷനാണെന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റ് വിൻഡോയിൽ ഇടാവുന്നതാണ്. എവിടെ നിന്നൊക്കെയാണ് ഈ ഒരു സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. എവിടെ നിന്നാണ് ആക്ച്വലി നിങ്ങൾ ഈ ഒരു സെഷനിൽ വന്നിരിക്കുന്നത്? ട്രിവാൻഡ്രത്ത് നിന്നുണ്ട്. ഓക്കെ, തൃശ്ശൂർ, ട്രിവാൻഡ്രം, ഇരിഞ്ഞാലക്കുട, ബാംഗ്ലൂർ. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരിക്കും. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9:30 വരെ ആയിരിക്കും സെഷൻ വരുന്നത്. ഇപ്പം സമയം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് Q&A സെഷനിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഏറ്റവും അവസാനവും ക്വസ്റ്റ്യൻ ആൻസറിന് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു സെഷന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. 2 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ടൂളുകളെ കുറിച്ചുമൊക്കെ ഈ ഒരു ക്ലാസ്സിലുള്ള അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കുക. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ഡിജിറ്റൽ ബാങ്കിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി കൂടി ഇതിന്റെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ത്രൂ ഔട്ട് നമ്മുടെ കോഴ്സിന്റെ പ്രൊമോഷൻ അല്ല, ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടൂൾസും ടെക്നിക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സിലും ഡെയിലി ലൈഫിലും ഓൺലൈൻ മണി മേക്കിങ്ങിലും എല്ലാം ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ടോപ്പിക്കിലേക്ക് റെഡി ആണോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. ഹൗ ടു ഏൺ ₹36 lakhs പെർ ഇയർ യൂസിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു വർഷത്തിന് 36 ലക്ഷം രൂപ അത് ഏൺ ചെയ്യുന്നത് എങ്ങനെ? ഫേസ്ബുക്ക് മാർക്കറ്റിംഗിനെ പറ്റി കാണുന്നുണ്ട്. ഗൂഗിൾ ആഡ്സിനെ പറ്റി കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ, പോസ്റ്ററുകളും ലോഗോയൊക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നത്, വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ഒന്നുമില്ലാതെ വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്, ഡൊമൈൻ നെയിമുകളെ പറ്റി കാണുന്നുണ്ട്. ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഓൺലൈൻ മണി മേക്കിങ്ങിലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് തന്നെ നടക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർഷത്തിൽ 36 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നേടാൻ സാധിക്കുന്ന എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഈ ടോപ്പിക് തന്നെ നമുക്ക് ആദ്യം എടുക്കാം. സോ എന്താണ് ആക്ച്വലി ഈ ഒരു സംവിധാനം, അല്ലെങ്കിൽ ഇതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഇൻകം ഒരു വർഷത്തിൽ ഏൺ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഗോളിനെ നമ്മൾ ഇയർലി ഗോളിനെ മന്ത്ലി ഗോളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഒരു വർഷം 36 ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ ഒരു മാസം 3 ലക്ഷം എന്ന് പറയുന്ന ഫിഗർ എത്തിച്ചേരാൻ സാധിച്ചാൽ, നമുക്ക് ഓരോ മാസവും 3 ലക്ഷം രൂപ വീതം ഏൺ ചെയ്യാൻ സാധിച്ചാൽ ഒരു വർഷത്തിൽ 36 ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. തീർച്ചയായും അതിന് നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. സോ അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പ്രൊഡക്റ്റുകൾ, സർവീസുകൾ, ബിസിനസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയകളും ഗൂഗിൾ, വാട്സ്ആപ്പ്, യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ സാധിക്കും. സോ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡുകൾ, ടൂൾസും എല്ലാം യൂസ് ചെയ്യാം. സോ ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഇത് സർവീസ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു മരത്തിൽ കാണുന്ന മാങ്ങകൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ക്ലയൻസ് ആണ്. ക്ലയൻസിനെ സ്വന്തമാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വഴിയിലൊക്കെ നിന്ന് നോട്ടീസ് വിതരണം ചെയ്യുന്നു, പത്രത്തിൽ മാത്രം പരസ്യം ചെയ്തിട്ട് കാത്തിരിക്കുന്നു. അതേസമയം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ വളരെ പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു, ഫേസ്ബുക്കിലൂടെയും ഗൂഗിളിലൂടെയും വാട്സാപ്പിലൂടെയും യൂട്യൂബിലൂടെയും. സോ ഇതാണ് ആക്ച്വലി ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകളും ഗൂഗിൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമായിരിക്കും നമുക്കൊരു ബിസിനസ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ കാണാൻ പോകുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക. ബിസിനസ് ഉള്ളവർ, ബിസിനസ് ഇല്ലാത്തവർ ഈ ടെക്നിക്സ് പഠിച്ചതിന് ശേഷം നമുക്കത് സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ മേഖലയിൽ ജോലി കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സോ അതിൽ ഒന്നെന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്നതും, രണ്ടാമത്തത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 2 സ്കില്ലുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ഫസ്റ്റ് ടൂളിലേക്ക് തന്നെ കിടക്കാം. ഡിസൈൻ ചെയ്ത്, അതായത് പോസ്റ്ററും ലോഗോയും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഫസ്റ്റ് AI ടൂളാണ് നമ്മൾ കാണാൻ പോകുന്നത്. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം.
റെഡിയാണോ? ഫസ്റ്റ് AI ടൂളാണ് കാണാൻ പോകുന്നത്. ഈ ടൂളുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ക്ലാസ്സിന് ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ചാറ്റ് വിൻഡോ ഓപ്പൺ, യെസ് റെഡിയാണ്. ഓക്കെ, സോ ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ആ ഒരു AI ടൂൾ എന്ന് പറയുന്നത് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂളാണ്. ബിങ് ഇമേജ് ക്രിയേറ്റർ. ഓക്കെ, AI ബിങ് ഇമേജ് ക്രിയേറ്റർ എന്നാണ് ഈ ടൂളിന്റെ പേര്. ഇത് ഫ്രീ ആണ്, മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. ആക്ച്വലി ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ AI ബിങ് ഇമേജ് ക്രിയേറ്ററിനകത്ത് നമുക്ക് വന്ന് ഒരു ഡിസൈൻ വളരെ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കാം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ bing.com/create അല്ലെങ്കിൽ AI ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സോ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഡിസൈൻ ചെയ്ത് തരും. അപ്പോൾ നമുക്കൊരു കമാൻഡ് കൊടുത്ത് നോക്കാം, അത് തനിയെ ഡിസൈൻ ചെയ്ത് തരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈനാണ്. ഓക്കെ, ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈനാണ് എനിക്ക് നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കമാൻഡ് കൊടുക്കുകയാണ്, ക്രിയേറ്റ് 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ. 3D ഷേപ്പിലുള്ള ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ചെയ്ത് തരാൻ ആവശ്യപ്പെടുന്നു. വിത്ത് ബ്രാൻഡ് നെയിം റോയൽ മാജിക്. റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിമോട് കൂടിയാണ് ആ ഡിസൈൻ വരേണ്ടത്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം, അത് തനിയെ ഡിസൈൻ ചെയ്യുന്നുണ്ടോ നോക്കാം. സോ ഇവിടെ ഞാൻ ആ ഒരു കമാൻഡ് കൊടുത്തു, ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇത് തനിയെ AI ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിസൈനിൽ മുൻ പരിചയമില്ലെങ്കിലും നമുക്ക് ഇതേപോലെ കമാൻഡ് കൊടുത്ത് ഡിസൈൻ ചെയ്യാം. എങ്ങനെ കമാൻഡ് കൊടുക്കാം എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഡിസൈൻ ഒന്ന് കാണാം. ഇപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്ത് ഡിസൈനാണ് അത് ചെയ്തു തന്നെ നോക്കാം. ഓക്കെ, ഒന്നിന് പകരം 4 ഡിസൈനുകൾ അത് ഒറ്റയടിക്ക് ചെയ്തു തന്നത് കാണാൻ സാധിക്കും. സോ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, എത്ര മനോഹരമായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 4 ഡിസൈനുകളാണ് വന്നിരിക്കുന്നത്. സോ ഈ വന്നിരിക്കുന്ന ഡിസൈനിനകത്ത് റോയൽ മാജിക് എന്ന ആ ഒരു ബ്രാൻഡ് നെയിമും വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഒരു പേര് നമ്മൾ കൊടുത്ത ബ്രാൻഡ് നെയിമും അതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു ഡിസൈനറെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഒരു ഗ്രാഫിക് ഡിസൈനർ എപ്പോഴും പൈസ കൊടുത്തിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടാനുസരണം ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ കമാൻഡ് കൊടുത്ത് ഡിസൈൻ ചെയ്ത ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഞാനത് സൂം ചെയ്ത് കാണിക്കാം. എത്ര മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത ആ ഒരു ബ്രാൻഡ് നെയിം ഉൾപ്പെടെ ആണത് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്തു തരുന്ന ഡിസൈനകത്ത് നമ്മുടെ ഫോൺ നമ്പറോ ലോഗോയോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിലോ സോ അതിനും ഇതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇമേജ് തന്നെ നമുക്ക് മറ്റൊരു വിൻഡോയിൽ ഓപ്പൺ ചെയ്യാനും അവിടെ നമുക്ക് നമ്മുടെ ഫോൺ നമ്പറോ ലോഗോയോ ഒക്കെ വെച്ച് നമുക്ക് ഈ ഡിസൈൻ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു പുതിയ വിൻഡോയിലേക്ക് അത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ലോഗോ എടുത്തതിന്റെ സൈഡിലേക്ക് ഒന്ന് വെക്കുന്നത് കാണാം. ഓക്കെ, ഇപ്പൊ ഇത് മൈക്രോസോഫ്റ്റിന്റെ തന്നെ ഡിസൈനർ എന്ന് പറയുന്ന ടൂളിൽ ഇത് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൂൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാളെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആശ്രയിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. സോ ഇവിടെ എനിക്കൊരു ലോഗോ എടുത്ത് വെക്കണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലോഗോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ലോഗോ എടുത്ത് നമുക്ക് അവിടേക്ക് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തേക്ക് വന്നിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ എന്തെങ്കിലും ടെക്സ്റ്റ് ഒക്കെ നമുക്ക് ഇതിന്റെ പുറത്ത് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, ഫോൺ നമ്പറോ മറ്റെന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതിൽ തന്നെ ടെക്സ്റ്റ് ബോക്സുകളുണ്ട്. സോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പുറത്തേക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സുകളുണ്ട് ഇതേപോലെ. സോ ഈ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വരും. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഫോൺ നമ്പർ ഇതിന്റെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓർഡർ നൗ എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ കൊടുക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് അതിൽ ഇരിക്കുന്ന ടെക്സ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ നമുക്ക് ഓർഡർ നൗ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓർഡർ നൗ എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. അതേപോലെ ഒരു ഫോൺ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൊടുത്ത ഫോൺ നമ്പറും ഓർഡർ നൗ എന്നൊക്കെയുള്ളത് അവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാം. നമുക്ക് ആ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതിന്റെ സൈസ് കുറയ്ക്കാൻ ഒക്കെ സാധിക്കുന്നതാണ്, കളർ ചേഞ്ച് ചെയ്യാൻ ഒക്കെ സാധിക്കുന്നതാണ്. സോ അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഡിസൈൻ ചെയ്യാൻ നമുക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ടി വരത്തില്ല. സോ ഇതേപോലെ നമുക്ക് മൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് കമാൻഡ് കൊടുക്കാൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കമാൻഡ് കൊടുത്തപ്പോഴാണല്ലോ ഈ ഒരു ഡിസൈൻ ചെയ്തു തന്നത്. സോ ഇതേപോലെയുള്ള കമാൻഡ് കൊടുക്കാൻ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഈ കമാൻഡ് കൊടുക്കുക, ഇതിൽ തന്നെ എക്സാമ്പിൾസ് ഉണ്ട്. സോ ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു ടൂളിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ്, നിരവധി ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ കാണുന്നതെല്ലാം വിവിധ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കൊരു ഡിസൈൻ എങ്ങനെ ചെയ്തു എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്യാൻ എന്ത് കമാൻഡാണ് കൊടുത്തതെന്നുള്ളത് കാണാൻ പറ്റും. ഈ കമാൻഡ് കൊടുത്തപ്പോഴാണ് ഈ ഒരു ഇമേജ് കിട്ടിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ സ്വന്തം കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബിങ് ഇമേജ് ക്രിയേറ്റർ യൂസ് ചെയ്യാവുന്നതാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂൾ കണ്ടാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂളിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണ്. ഓക്കെ, നമ്മൾ അടുത്ത രണ്ടാമത്തെ ടൂൾ കാണാൻ പോകുന്നത് ക്യാൻവ എന്ന് പറയുന്ന ടൂളാണ്. നിങ്ങൾ ചിലരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും.
ഉപയോഗിക്കാത്തവർ ക്യാൻവ യൂസ് ചെയ്ത് തുടങ്ങുക. വളരെ പെട്ടെന്ന് നമുക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്യാൻ സാധിക്കും. canva.com എന്ന സൈറ്റാണ് ആക്ച്വലി. കമ്പ്യൂട്ടറിലാണെങ്കിൽ canva.com എന്ന് പറയുന്ന സൈറ്റ് യൂസ് ചെയ്യാം. മൊബൈലിലാണെങ്കിൽ ക്യാൻവ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. സോ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ പെയ്ഡ് വേർഷൻ ഉണ്ടെങ്കിലും ഇതിൽ നമുക്ക് 50% ഡിസൈനുകൾ ഫ്രീ ആണ്. ഓക്കെ, നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് ഒരു ഡിസൈൻ നമുക്കിവിടെ വളരെ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, canva.com എന്ന് പറയുന്ന സൈറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. canva.com എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ഡിസൈനാണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈനുകൾ നമുക്ക് അതിൽ ലഭിക്കുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ലോഗോ ആണ് ഡിസൈൻ ചെയ്യേണ്ടതിരിക്കട്ടെ. അപ്പോൾ അത് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോഗോ ആണെങ്കിൽ ഫുഡ് ലോഗോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ലോഗോ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് നമുക്കിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. അതിനെ നമുക്ക് എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മുടെ ഡിസൈൻ ആക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ പേര് എഡിറ്റ് ചെയ്യാൻ സാധിക്കും, കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിൽ കൊടുത്തിരിക്കുന്ന സിമ്പിൾ മാറ്റാൻ സാധിക്കും. സോ ആ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനൊരു ഡിസൈൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. നമുക്ക് ഒരു ഇൻഷുറൻസ് പോളിസി സെല് ചെയ്യാനുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്യണം. ഹെൽത്ത് ഇൻഷുറൻസ് ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടതിരിക്കട്ടെ. അപ്പൊ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് ഞാൻ ഇവിടെ സെർച്ച് കൊടുക്കുന്നു. സോ നിരവധി ഡിസൈൻസ്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് വന്നിരിക്കുന്നു. സോ അതിൽ നിന്നൊരു ഡിസൈൻ എടുത്ത് നമുക്ക് അതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് വളരെ പെട്ടെന്ന് ഡിസൈൻ ആക്കി മാറ്റാം. സോ ഒരെണ്ണം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്തതിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ നോക്കി ഇതിനകത്ത് ഫോൺ നമ്പർ എന്ന് പറയുന്ന 123456 എന്ന് പറഞ്ഞ ഡമ്മി നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഡിസൈൻ ആക്കി മാറ്റാൻ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. സോ അവിടെ ഒന്നേന്നൊരു ഡിസൈൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഇവിടെ ഇത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ആ ഫോൺ നമ്പർ ലോഗോയും ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഡിസൈനായി മാറുന്നതാണ്. കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാം. ഫോൺ നമ്പറിന്റെ പുറത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ അവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ വെബ്സൈറ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വെബ്സൈറ്റ് അഡ്രസ്സിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ വെബ്സൈറ്റ് അഡ്രസ്സ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വെബ്സൈറ്റ് ഇല്ലെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ലൈഫ് ആൻഡ് ഫാമിലി എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് ആക്കണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഹെൽത്ത് എന്ന് കൊടുക്കുക. ഇവിടെ നമുക്കൊരു ലോഗോ വെക്കണം. അപ്പോൾ ഇവിടെ ഒരു ലോഗോ ഇരിക്കുന്നത് നമുക്ക് റിമൂവ് ചെയ്ത് നമ്മുടെ ലോഗോ അവിടെ വെക്കണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അവിടേക്ക് നമ്മുടെ ലോഗോ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ തന്നെ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് ഫോൾഡറിൽ കിടക്കുന്ന ഇമേജ് നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ കൊണ്ടുവരുന്ന ലോഗോയോ ഇമേജുകളോ നമുക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ എടുത്ത് സൈഡിൽ വെക്കുകയാണ്. ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്റർ എന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ നമ്മളെടുത്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് മലയാളം കൊടുക്കണമെന്നിരിക്കട്ടെ. ഇപ്പൊ ഹെൽത്ത് എന്നുള്ളത് മലയാളത്തിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ മലയാളം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതിനകത്തേക്ക് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഹെൽത്ത് എന്നുള്ളത് മലയാളത്തിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഡിസൈൻ ചെയ്യാൻ ക്യാൻവ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ ടൂളാണ് ആക്ച്വലി ഇത്. ഇപ്പൊ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിൽ ഹാപ്പി ക്രിസ്മസ് പോലെയുള്ള ഒരു പോസ്റ്റർ നിർമ്മിക്കണമെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാം. ഓക്കെ, ഞാനിവിടെ ഹാപ്പി ക്രിസ്മസ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പൊ നമുക്ക് അതിന്റെ ഡിസൈൻസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിരവധി ക്രിസ്മസ് വിഷുകൾ ചെയ്യുന്ന നിരവധി പോസ്റ്ററുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ന്യൂ ഇയർ എന്ന് സെർച്ച് ചെയ്യാണ്. സോ ന്യൂ ഇയറിന്റെ ഡിസൈൻസ് നമുക്ക് ഒരുപാട് ഇതിനകത്ത് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അതിനകത്ത് ഓക്കെ ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. സോ അതിന്റെ നിരവധി ഡിസൈൻസ് നമുക്ക് ലഭിക്കും. അത് നമുക്കെടുത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഡിസൈൻ ആക്കി മാറ്റാൻ പറ്റും. നിരവധി ഡിസൈൻസ് വന്നിരിക്കുന്നു. ന്യൂ ഇയർ 2026 എന്ന് പറഞ്ഞ് ഒരുപാട് ഡിസൈൻസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം ക്യാൻവ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇത് മൊബൈലിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്ക്രീൻ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് അതിന്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഒന്ന് കാണിക്കാം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിലും ഇത് അവൈലബിൾ ആണ്. ഞാനിവിടെ canva.com എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതാണ്. ഫോട്ടോ വീഡിയോ എഡിറ്റർ ക്യാൻവ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത് അന്നേരം തന്നെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന രണ്ട് ടൂളുകൾ നമ്മൾ കണ്ടു. ഇത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരും. നമുക്ക് ഇനി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടാൽ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് കിടക്കാൻ റെഡിയാണോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണ്. ഓക്കെ, സോ എന്താണ് ആക്ച്വലി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡിന്റെ പ്രയോജനം നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ ബിസിനസ് വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ എൻക്വയറീസ് എല്ലാ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കണം. എങ്കിലായിരിക്കും നമുക്ക് കൂടുതൽ ബിസിനസ് നേടാനും അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് നേടാനും സാധിക്കുന്നത് എന്നുള്ളതാണ്.
ഇനി അങ്ങനെ ഒരു ബിസിനസ് റെഗുലർ ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ബിസിനസ് നടന്നുകൊണ്ടിരിക്കും. ഇനി ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഇത് സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കുക. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കാം ആഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് അത് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇടയിൽ സ്പോൺസേഡ് എന്നുള്ള പരസ്യം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സ്പോൺസേഡ് എന്ന് പറയുന്ന പരസ്യങ്ങൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു 3-4 പോസ്റ്റുകളുടെ ഇടയിൽ ഇതേപോലെ സ്പോൺസേഡ് എന്നുള്ള ലേബലിൽ ചെറിയൊരു ലേബൽ ഉണ്ടായിരിക്കും, സ്പോൺസേഡ് എന്നുള്ളത്. സോ ഇതാണ് ആക്ച്വലി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് ആ പരസ്യങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. സോ ഇതിൽ ചില പരസ്യങ്ങളിൽ, അതായത് ഒരു സ്പോൺസേഡ് ആഡാണ് വന്നിരിക്കുന്നത്. സോ അത് ക്ലിക്ക് ചെയ്തപ്പോൾ അവരുടെ വെബ്സൈറ്റിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിൽ പറയുന്നത് ട്രാഫിക് ആഡ് എന്നാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പേജിലേക്കോ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡിലെ ട്രാഫിക് ആഡ് എന്ന് പറയും. ഇനി ചില പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഡേറ്റ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പോപ്പപ്പ് വിൻഡോ വരികയും അവിടെ നമുക്ക് ആ ഡേറ്റ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ അവർക്ക് ലഭിക്കുകയും അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ സബ്മിറ്റ് ചെയ്യുകയാണ്. അതായത് ഇവിടെ ഈ വന്നിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ്, ഈ ഒരു അഡ്വർടൈസ്മെന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഒരു പോപ്പപ്പ് വിൻഡോ വന്നിരിക്കുന്നു. ഇവിടെ ഡേറ്റ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യുന്ന ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒക്കെ അവർക്ക് ലഭിക്കുകയും അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിന് പറയുന്നതാണ് ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമർ എൻക്വയറി അഥവാ കസ്റ്റമർ ലീഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി ചില പരസ്യങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നേരെ വാട്സാപ്പിലേക്കായിരിക്കും എൻക്വയറീസ് വരുന്നത്. എന്ന് പറഞ്ഞാൽ വാട്സാപ്പിലേക്ക് പോയി ചാറ്റ് ചെയ്യാൻ സാധിക്കും. വാട്സാപ്പ് ആഡ്സ് എന്ന് പറയാം. സോ ഇങ്ങനെ പലതരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാറുണ്ട്. സോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇങ്ങനെ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. സോ ഇന്ന ലൊക്കേഷനിലുള്ള ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള മെയിൽ ഓർ ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അത് സെറ്റ് ചെയ്യാൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയും റെഗുലർ ആയിട്ട് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സോ ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്കിന്റെ ഹോം പേജിലേക്ക് ആദ്യം വരിക. ഫേസ്ബുക്കിൽ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യുക, നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക, എന്നിട്ട് ഒരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡ് ഏരിയയിൽ പേജസ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ പേജ് ഇല്ലാത്തവർ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പേജ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കും. ഈ പേജസ് ഓൾറെഡി പേജ് ഉള്ളവർ ആ പേജ് നിലനിർത്തുക, പേജ് ഇല്ലാത്തവർ മാത്രം പേജ് ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. സോ ഇവിടെ നമുക്ക് ക്രിയേറ്റ് പേജ് എന്ന് പറഞ്ഞ് ഒരു ബിസിനസ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ഇൻഷുറൻസ് ഏജൻസി ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇൻഷുറൻസ് ഏജൻസിയുടെ പേര് ഗാലക്സി എന്നാണെങ്കിൽ ഗാലക്സി ഇൻഷുറൻസ് എന്ന് നമുക്ക് സ്ഥാപനത്തിന്റെ പേരായിട്ട് കൊടുക്കാം. സോ ഇതേപോലെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരോ അല്ലെങ്കിൽ ബ്രാൻഡിന്റെ പേരോ ഒക്കെ ആ ഒരു പേജിന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ആ പേജിന് ലോഗോ അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു കവർ പിക്ചർ, ഈ വീതിയുള്ള പിക്ചറൊക്കെ നമുക്ക് ക്യാൻവയിൽ നിന്ന് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ക്യാൻവയിൽ തന്നെ ഇതേപോലെ വീതിയുള്ള ഡിസൈൻസ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പേജ് നിർമ്മിക്കാൻ സാധിക്കും. ആ പേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പേജിനകത്തേക്ക് പോസ്റ്റുകൾ ഇട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു പേജ് നിർബന്ധമാണ്. നമുക്കൊരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പേജ് നിർബന്ധമാണ്, ബിസിനസിന്റെ പേരിൽ ബേസ് ചെയ്തിട്ട്. ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ പേജുകളിൽ ഒന്നാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്നുള്ള പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ പേജിനകത്ത് ഓരോ പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ പോസ്റ്റുകളുടെ അടിയിൽ കണ്ടോ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കും. അതായത് ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് ഒരു പേജിനകത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതേപോലെ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നത്. സോ ഇതേപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ സർവീസ് ചെയ്തു കൊടുക്കുന്നതായിക്കോട്ടെ, സോ അവരുടെ പോസ്റ്റുകൾ ഇതേപോലെ ഇടുക. എന്നിട്ട് അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ ബൂസ്റ്റ് പോസ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു സെറ്റിംഗ്സിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ എന്തൊക്കെ സെറ്റിംഗ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാൻ പറ്റുന്നത് മെയിൽ ഓർ ഫീമെയിൽ അല്ലെങ്കിൽ മെൻ ഓർ വിമൻ ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ ഈ പരസ്യം കാണിക്കേണ്ടത്, അത് രണ്ടു കൂട്ടരെയും ഈ പരസ്യം കാണിക്കണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഏജ് ഗ്രൂപ്പ്, എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരിലേക്കാണ് ഈ പരസ്യം എത്തിച്ചേരേണ്ടത്. അതേപോലെ ഏത് ലൊക്കേഷനിലുള്ള ആൾക്കാരെ കാണിക്കണം. ഇപ്പോൾ എനിക്ക് അങ്കമാലി ലൊക്കേഷൻ കാണിക്കണമെങ്കിൽ അങ്കമാലി ഞാനിവിടെ സെർച്ച് ചെയ്തു. ഓക്കെ, അങ്കമാലിക്ക് ചുറ്റും ഒരു സർക്കിൾ വന്നിരിക്കുന്നുണ്ടോ, ഈ സർക്കിളിന്റെ വലിപ്പം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. ഇതേപോലെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.
ഇനി നമുക്ക് കേരളം ഫുള്ളാണ് വേണ്ടതെങ്കിൽ കേരള എന്ന് കൊടുക്കാം. അപ്പോൾ കേരള സ്റ്റേറ്റ് ഫുള്ള് ഇവിടെ സെലക്റ്റഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ നമുക്കിപ്പോൾ ഗൾഫ് കൺട്രീസ് ചൂസ് ചെയ്യണമെന്നിരിക്കട്ടെ. ഇപ്പോൾ UAE-യിലുള്ളവരെ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് നമ്മൾ സെറ്റ് ചെയ്യാം. ഇനി ദുബായ് മാത്രം മതിയെങ്കിൽ ദുബായിൽ നിന്ന് മാത്രം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, UAE എന്ന് പറയുന്ന കൺട്രി സെലക്റ്റഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇതേപോലെ നമുക്ക് ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും പരസ്യം കൊടുക്കാൻ സാധിക്കും. ടാർഗറ്റിംഗ് ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്ക് ആൾക്കാരുടെ ജോലി വെച്ചും ആൾക്കാരുടെ താല്പര്യങ്ങൾ വെച്ചിട്ടൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ബിസിനസ് ഓണേഴ്സിനെ എനിക്ക് പരസ്യം കാണിക്കണമെങ്കിൽ ഇവിടെ ബിസിനസ് ഓണർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നവരെ ആയിരിക്കും ആ പരസ്യം കൂടുതലായിട്ടും കാണിക്കുന്നത്. ഇനി അതല്ല, നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഹോട്ടലൊക്കെയാണ് റൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫുഡ് ഒന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻഷുറൻസ് പോളിസീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് ഈ പരസ്യം എത്തിച്ചേരും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ആൾക്കാരിലേക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിനാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഓഡിയൻസ് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പരസ്യം കൊടുക്കുമ്പോൾ ഇത്രയൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതേപോലെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഇനി ഇതിന് എന്ത് ചെലവ് വരും? ഇത് റൺ ചെയ്യാൻ, ഈ പരസ്യം റൺ ചെയ്യാൻ എന്ത് ചെലവ്? ഓക്കെ, മിനിമം ചാർജ് 91 രൂപയിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഒരു ദിവസത്തേക്ക്. ഇത് നമ്മൾ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ ഓഡിയൻസിന്റെ സൈസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. എത്രത്തോളം ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചേർക്കണമെന്നുള്ളത് അല്ലെങ്കിൽ റീച്ച് ചെയ്യണമെന്നുള്ളത് നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ച് തീരുമാനിക്കാൻ സാധിക്കും. ഇത് തന്നെ എത്ര ദിവസത്തേക്ക് ഓടിക്കണമെന്നുള്ളത് നമുക്ക് ഇവിടെ തീരുമാനിക്കാം. എന്ന് മുതൽ എന്ന് വരെ അല്ലെങ്കിൽ എത്ര ദിവസം എന്നൊക്കെയുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ 200 രൂപ വെച്ചിട്ട് ഒരു 5 ദിവസത്തേക്ക് റൺ ചെയ്യുന്ന ഒരു 1000 രൂപയ്ക്ക് നമ്മൾ പരസ്യം റൺ ചെയ്യുന്നു. സോ അവിടെ റൺ ചെയ്യുമ്പോഴത്തേക്ക് എത്ര എൻക്വയറീസ് വരുന്നുണ്ട്, എത്രത്തോളം ബിസിനസ് നടക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്തേക്ക് പേയ്മെന്റ് അടയ്ക്കാൻ ഇവിടെ തന്നെ നമുക്ക് ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കും. പേയ്മെന്റ് അടയ്ക്കാൻ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അങ്ങനെയുള്ള എല്ലാ പേയ്മെന്റ് മെത്തേഡ്സും കാണാൻ സാധിക്കും. സോ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുത്ത ലൊക്കേഷനിലുള്ള അതേപോലത്തെ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. സോ ഇവിടെ ഈ ബട്ടൺ എന്ത് വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. എൻക്വയറീസ് വാട്സാപ്പിലാണ് വരേണ്ടതെങ്കിൽ വാട്സാപ്പ് ബട്ടൺ കൊടുക്കാം. എൻക്വയറീസ് ഫോൺ കോൾ ആയിട്ടാണ് നമുക്ക് വരേണ്ടതെങ്കിൽ അവിടെ ഫോൺ കോളിനുള്ള ബട്ടൺ കൊടുക്കാം. അല്ലെങ്കിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ബട്ടൺ കൊടുക്കാം. മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് ആയിട്ട് എൻക്വയറീസ് വരണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. സോ ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് റൺ ചെയ്യുന്നതിനാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും നമുക്ക് അതിൽ നിന്ന് എൻക്വയറീസ് കൊണ്ടുവരികയും അതിൽ നിന്ന് ബിസിനസ് ആയിട്ട് മാറ്റുന്നതാണ് ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്ന റൂട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു പരസ്യം കണ്ടതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരുന്ന ആഡ് ഈ ഒരു പരസ്യം ബിസിനസ് ചെയ്യുന്നവരെ കാണിക്കുക, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കാണിക്കുക, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവര്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഈ ഓൺലൈനിലൂടെ അങ്ങനെ ഓൺലൈൻ മേഖലയിൽ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. സോ നിങ്ങൾ ഇത് ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിലുള്ളവരാണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ബിസിനസ് ചെയ്യുന്നവരാണോ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, എസ് എന്ന് കമന്റ് ചെയ്യാം. യെസ് എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ മതി. എസ് എന്നോ വൈ എന്നോ കമന്റ് ചെയ്യാം. ബിസിനസ് ചെയ്യുന്നവരാണോ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആഡുകൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നവരിലേക്ക് നമുക്ക് പരസ്യം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ഈ സർവീസ് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് സാധിക്കും എന്നുള്ളതാണ്. സോ ഇതാണ് ആക്ച്വലി ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഫേസ്ബുക്കിലുണ്ട്. അത് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതിയാണ്. അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും രണ്ടിടത്തും ഒരുമിച്ച് പരസ്യം റൺ ചെയ്യാൻ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കാം. ഓക്കെ, അത് ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ്സ് മാനേജറിന്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ കാണിച്ച ബൂസ്റ്റ് പോസ്റ്റ് ഫേസ്ബുക്കിന് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പോയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, രണ്ടിടത്ത് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഫേസ്ബുക്കിൽ ഹോം പേജിൽ വരുവാണെങ്കിൽ ഇവിടെ ആഡ്സ് മാനേജർ എന്നുള്ള ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതായത് ഇതേപോലെ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനൽ ഞാൻ അവിടെ കാണിക്കാം. അവിടെ നമുക്ക് പലതരത്തിലുള്ള ആഡുകൾ സെറ്റ് ചെയ്യാനും അതിന്റെ റിസൾട്ടും ഒക്കെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ ഒരു ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആഡ്സ് മാനേജർ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ ചില റിസൾട്ടുകൾ ഞാൻ ഇവിടെ കാണിക്കാം. ഹോം ലോൺ കൊച്ചി, കണ്ണൂർ, ട്രിവാൻഡ്രം. കൊച്ചിയും കണ്ണൂർ, ട്രിവാൻഡ്രം ഒക്കെ ലൊക്കേറ്റ് ചെയ്ത് ഹോം ലോൺസിന്റെ പരസ്യം റൺ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഓക്കെ, ഒരു ലീഡ് കിട്ടാൻ 2 രൂപ 81 പൈസ, 3 രൂപ 69 പൈസ എന്ന് പറഞ്ഞാൽ 1872 രൂപ മുടക്കുമ്പോൾ 666 എൻക്വയറീസ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ഓൺ ആവറേജ് 5 രൂപയ്ക്കാണ് ഒരു ലീഡ് വന്നിരിക്കുന്നത്. 12,000 രൂപ മുടക്കുമ്പോൾ 2405 എൻക്വയറീസ് അഥവാ ലീഡ്സ് വന്നിരിക്കുന്നു. സോ ഈ കൊടുത്തിരിക്കുന്ന ആഡുകൾ എന്ന് പറഞ്ഞാൽ ഹോം ലോണുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഡുകളാണ്.
എന്ന് പറഞ്ഞാൽ 20 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം ഒക്കെ ലോൺ എടുക്കാൻ താല്പര്യമുള്ള ഒരു പരസ്യം കണ്ട് അവർ സ്വമേധയാ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. സോ എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ആഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിലോ സർവീസിലോ ബിസിനസ്സിലോ താല്പര്യമുള്ളവരിലേക്ക് എത്തുകയും അവരതിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്യുകയോ അവരെ എൻക്വയറി ചെയ്യുകയും ചെയ്യും. നമുക്ക് ക്വാളിറ്റി ലീഡ്സ് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സർവീസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാനോ സാധിക്കുന്നതാണ്, ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടത്. ഇനി നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ. ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡി ആണെങ്കിൽ ലെസ് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഒരു പ്രോഗ്രാമിംഗും ഇല്ല, അതും 5 മിനിറ്റ് കൊണ്ട് ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് നമ്മൾ റെഡിയാണ്. ഓക്കെ, കാരണം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളൊക്കെ വന്നപ്പോഴത്തേക്ക് പല കാര്യങ്ങൾ എളുപ്പമായി. വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതായിക്കോട്ടെ, പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതായിക്കോട്ടെ, കണ്ടന്റ് എഴുതുന്നതായിക്കോട്ടെ, പ്രോഗ്രാം ചെയ്യുന്നതായിക്കോട്ടെ, എല്ലാം ഇപ്പം AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് 5 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ പോവുകയാണ്. സോ അതിനുപയോഗിക്കുന്ന ഒരു അടിപൊളി ടൂളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. മിക്സോ എന്നാണ് ആ ടൂളിന്റെ പേര്, mixo.io. ഓക്കെ, mixo.io എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു വെബ്സൈറ്റ് ആർക്ക് വേണമെങ്കിലും നിർമ്മിക്കാൻ സാധിക്കും. AI വെബ്സൈറ്റ് ക്രിയേഷൻ ടൂളാണ് മിക്സോ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ mixo.io എന്ന് പറയുന്ന ടൂളിനകത്ത് വന്നതിന് ശേഷം നമുക്കൊരു കമാൻഡ് കൊടുത്തൊരു വെബ്സൈറ്റ് ഇപ്പം തന്നെ ലൈവായിട്ട് നിർമ്മിക്കാം. ഓക്കെ, mixo.io എന്ന് പറയുന്ന സൈറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലോഞ്ച് എ വെബ്സൈറ്റ് ഇൻ സെക്കൻഡ്സ് വിത്ത് AI. സെക്കൻഡുകൾക്കുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരു സൈറ്റ് നിർമ്മിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഈ ഒരു ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഒരു കമാൻഡ് കൊടുക്കാനുള്ള വിൻഡോ ആണ് വരുന്നത്. അതായത് ഒരു സിമ്പിൾ കമാൻഡ് കൊടുക്കാനുള്ള ഒരു വിൻഡോ നമുക്ക് ഇവിടെ ലഭിക്കും. ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ കമാൻഡ് കൊടുക്കാം. ഇപ്പോൾ കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഒരു സിംഗിൾ ലൈനിൽ കൊടുക്കുക. ഓക്കെ, ഓൺ പേജ് വെബ്സൈറ്റ് ഫോർ മൈ ഫിറ്റ്നസ് സെന്റർ. ഒരു ഫിറ്റ്നസ് സെന്റർ അല്ലെങ്കിൽ ഒരു ജിംനേഷ്യത്തിന്റെ വെബ്സൈറ്റ് ആണ് നിർമ്മിച്ചു തരേണ്ടത്. ഗാലക്സി ഫിറ്റ്നസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്, ഇൻ കൊച്ചി, ഇന്ത്യ. ഇതാണ് നമ്മുടെ കമാൻഡ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം, അത് തനിയെ വെബ്സൈറ്റ് ഉണ്ടാക്കി തരുന്നുണ്ടോ നോക്കാം. ഇതിൽ ക്രിയേറ്റ് മൈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് തനിയെ ഇപ്പൊ വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ 2 കൈകളും ഫ്രീ ആണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തനിയെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നു, ഇമേജുകൾ സെലക്ട് ചെയ്യുന്നു, വെബ്സൈറ്റ് നമുക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് AI ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഇതാ വന്നു കഴിഞ്ഞു, ഗാലക്സി ഫിറ്റ്നസ് എന്ന പേരിൽ തന്നെയാണ് വെബ്സൈറ്റ് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അച്ചീവ് യുവർ ഫിറ്റ്നസ് ഗോൾസ് വിത്ത് ഗാലക്സി ഫിറ്റ്നസ്. ഓക്കെ, വെൽക്കം ടു ഗാലക്സി ഫിറ്റ്നസ് പ്രീമിയർ ഫിറ്റ്നസ് സെന്റർ ഇൻ കൊച്ചി. കണ്ടോ, കൊച്ചി എന്ന് പറയുന്ന വാക്കൊക്കെ ആ ഒരു കണ്ടന്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇതിനകത്ത് താഴേക്ക് വരുമ്പോൾ നോക്കിയാൽ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകൾ വന്നിരിക്കുന്നുണ്ടോ. സോ ജിംനേഷ്യത്തിൽ ഇരിക്കുന്ന ഡംബൽസും അതേപോലെ അവിടെ വർക്കൗട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ മറ്റ് എക്യുപ്മെന്റ്സും ഒക്കെ ഇരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് ജോയിൻ ഗാലക്സി ഫിറ്റ്നസ് ടുഡേ, നമുക്ക് ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ലോഗോയോ നമ്മുടേതായിട്ടുള്ള ഇമേജുകൾ, നമ്മുടെ കയ്യിലുള്ള ഇമേജുകളൊക്കെ കൊടുക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു ലോഗോ ആഡ് ചെയ്യാൻ ഇവിടെ സൈറ്റ് ലോഗോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും അത് നമ്മുടെ സൈറ്റിൽ വരികയും ചെയ്യുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന സൈറ്റിനകത്ത് നമ്മുടേതായിട്ടുള്ള കണ്ടന്റുകൾ ആഡ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാതെ അവർ തരുന്ന ഇമേജുകളോ അല്ലെങ്കിൽ കണ്ടന്റ് കൊണ്ടോ നമ്മൾ തൃപ്തിപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൊടുത്ത ലോഗോ സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇനിയും കണ്ടന്റുകൾ ആഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. ഇതിന് ഫ്രീ വെർഷനും ഉണ്ട്, പെയ്ഡ് വെർഷനും ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാനിവിടെ കാണിക്കാം. നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ഇതിനകത്തേക്ക് ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പെയ്ഡ് വെർഷനിലേക്ക് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സൈറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഓക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഓക്കെ സേവിങ് യുവർ സൈറ്റ്. നമ്മളിപ്പോൾ ചെയ്ത സൈറ്റ് സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പെയ്ഡ് വെർഷൻ വേണോ എന്നുള്ളത് അടുത്ത ചോദ്യം ചോദിക്കും. ഓക്കെ, സൈറ്റ് ഈസ് റെഡി, ചൂസ് എ പ്ലാൻ ടു ലോഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ പെയ്ഡ് വെർഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ബാക്ക് അടിച്ച് പോയതിന് ശേഷം നമുക്കിവിടെ അതിന്റെ ഔട്ട്പുട്ട് ഫ്രീ ആയിട്ട് തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഞാൻ 100-ലധികം വെബ്സൈറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. സോ ആ സൈറ്റുകളുടെ ലിസ്റ്റുകളൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം പല ക്ലാസ്സുകളിൽ ചെയ്ത് കാണിച്ചതും ഞാൻ അല്ലാതെ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളുടെ ലിങ്കുകളാണ് ഈ കാണുന്നത്. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത സൈറ്റിന്റെ ഒന്ന് ക്ലിക്ക് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്, ഏറ്റവും മുകളിലുള്ള സൈറ്റ്. ഓക്കെ, ഈ ഒരു സൈറ്റ് ഇപ്പൊ നമ്മൾ നിർമ്മിച്ചതാണ്. സോ ഇതിനകത്ത് ഈ ഒരു ഫോട്ടോ മാറ്റി എൻ്റെ കയ്യിലുള്ള ഒരു ഫോട്ടോ കൂടി ആഡ് ചെയ്യണമെന്നിരിക്കട്ടെ. സോ എൻ്റെ കയ്യിലുള്ള ഒരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്.
സോ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ ചേഞ്ച് ഇമേജ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇമേജ് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ നിന്നൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആ ഇമേജ് അവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. നമ്മുടെ കോഴ്സിന്റെ ഒരു ഇമേജ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അത് അവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. സോ എന്ന് വെച്ചാൽ ഇതിന് 100% കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഒരു ഇമേജ് ആണ് ഇപ്പം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. സോ ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് നമ്മുടെ കയ്യിലുള്ള ഇമേജ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇപ്പം പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഇമേജ് അവിടെ വന്നത് കാണാൻ സാധിക്കും. അതായത് ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഇമേജാണ്. ഇതിന്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാൻ ഇവിടെ പബ്ലിഷ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്റർനെറ്റിലേക്ക് പബ്ലിഷ് ആവും. നമുക്ക് അതിന്റെ ലിങ്ക് ലഭിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ലൈവ് ആകാൻ പോകണേ, സൈറ്റ് ലൈവ് ആകാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഫ്രീയും പെയ്ഡും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫ്രീ ആയിട്ട് നമ്മൾ എടുക്കുന്നതും പെയ്ഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. അതായത് ഫ്രീ ആയിട്ട് നമ്മൾ നിർമ്മിക്കുന്ന സൈറ്റിന്റെ ലിങ്ക് ഏകദേശം ഇതേപോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, mixo.io എന്ന് പറയുന്ന ഒരു വാലൊക്കെ കാണും. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരൊക്കെ കാണും, ഗാലക്സി ഫിറ്റ്നസ് എന്നൊക്കെ പറയും. പക്ഷേ ഇതിന് പൈസ ഒന്നും കൊടുക്കേണ്ട, മന്ത്ലിയോ ഇയർലിയോ ഒരു പൈസയും കൊടുക്കേണ്ട, എക്സ്പയർ ആകത്തില്ല. അതേസമയം പെയ്ഡ് വേർഷനിലേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. galaxyfitness.com എന്നുള്ള ഡൊമൈൻ നെയിം തന്നെ വേണമെങ്കിൽ നമ്മുടെ അതിന്റെ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റി നമുക്ക് ആക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നിർമ്മിച്ച സൈറ്റിന്റെ ഫൈനൽ ലിങ്ക് ഞാനിപ്പോൾ എടുത്ത് ചാറ്റ് വിൻഡോയിലേക്ക് ഇടാൻ പോവുകയാണ്. ഇപ്പൊ ലൈവായിട്ട് നിർമ്മിച്ച സൈറ്റാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം നിർമ്മിച്ച് കംപ്ലീറ്റ് ചെയ്ത സൈറ്റാണ് ഈ കാണുന്നത്. സോ 5 മിനിറ്റ് പോലും എടുത്തില്ല ഒരു സൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. സിംപ്ലി കമാൻഡ് കൊടുത്ത് നിർമ്മിച്ചു. അതിനകത്തേക്ക് നമ്മുടെ ഒരു ഇമേജും ഒരു ലോഗോയും ഒക്കെ ആഡ് ചെയ്തു. ഇപ്പം നിർമ്മിച്ച സൈറ്റിന്റെ ലിങ്കാണ് ഇപ്പോൾ ഞാൻ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്തത്. സോ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് സൈറ്റ് നിർമ്മിക്കാൻ ആരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് മിക്സോയുടെ പ്രത്യേകത. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഒരു വെബ്സൈറ്റ് നിർമ്മിക്കണമെങ്കിൽ കമാൻഡ് കൊടുത്ത് നിർമ്മിക്കുക, അല്ലെങ്കിൽ ഇത് നിർമ്മിച്ച് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വെബ്സൈറ്റ് നിർമ്മിച്ച് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൽ നിന്നുള്ള വരുമാന സാധ്യതകളിലേക്ക് ഞാൻ വരുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ. നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കുന്ന മറ്റൊരു ടൂൾ കൂടെ കണ്ടാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന മറ്റൊരു ടൂൾ കൂടെ ഒരു 2 മിനിറ്റ് കൊണ്ട് കണ്ടാലോ? റെഡിയാണോ? ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. യെസ്, റെഡിയാണ്. ഓക്കെ, സോ മറ്റൊരു ടൂൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. wordpress.org എന്നാണ് ഈ ടൂളിന്റെ പേര്. നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പറെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% പേരും വേർഡ്പ്രസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള സൈറ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, wordpress.org എന്ന് പറയുന്ന സൈറ്റിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ആ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് സൈറ്റ് നിർമ്മിക്കാനുള്ള ടെംപ്ലേറ്റ് അഥവാ തീംസ് എന്നാണ് അതിന് പറയുന്നത്, തീമുകൾ അവൈലബിൾ ആണ്. തീം എടുത്ത് എഡിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സൈറ്റ് ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. നോക്കി, ഇതിനകത്ത് 14,000-ലധികം ഫ്രീ തീമുകൾ അവൈലബിൾ ആണ്. 1, 2 ഒന്നല്ല, 14,000-ലധികം ഫ്രീ തീമുകൾ. അതായത് തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈറ്റിന്റെ ഒരു സ്റ്റൈലും സ്ട്രക്ചറും ഒക്കെയാണ്. സോ അതിനെ എടുത്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഫോൺ നമ്പർ ലോഗോയും ഒക്കെ മാറ്റി നമ്മുടെ സൈറ്റ് ആക്കി മാറ്റാൻ സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഇ കൊമേഴ്സ് സൈറ്റ് ബിൽഡ് ചെയ്യണമെന്നിരിക്കട്ടെ, പ്രോഡക്റ്റ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇ കൊമേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇ കൊമേഴ്സിന് പറ്റിയ റെഡിമെയ്ഡ് തീമുകൾ കിട്ടും. നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഒരു സ്കൂളിന്റെ വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്കൂൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിന് പറ്റിയ വെബ്സൈറ്റുകളുടെ റെഡിമെയ്ഡ് മോഡലുകൾ നമുക്ക് കിട്ടും, എടുത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ എന്ത് ബിസിനസ് ആയിക്കോട്ടെ അതിന് പറ്റിയ തീമുകൾ നമുക്കിവിടെ ലഭിക്കും. അത് കസ്റ്റമൈസ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് വേർഡ്പ്രസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അപ്പം വേർഡ്പ്രസ് യൂസ് ചെയ്തും നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സൈറ്റുകൾ പ്രോഗ്രാമിംഗ് ഒന്നുമില്ലാതെ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ വെബ്സൈറ്റ് ഡിസൈനെ പറ്റി പറഞ്ഞപ്പോഴാണ് ആക്ച്വലി എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ വെച്ചൊക്കെ പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് പലരും അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. സോ 2020 വരെ നമ്മുടെ പ്രോഗ്രാമുകൾ കൂടുതലും ഓഫ്ലൈൻ ആയിരുന്നു. അതിന്റെ വീഡിയോസ് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാം. സോ ഈ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളുടെ ചില വീഡിയോസ് ആണ്. ഓക്കെ, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ഇങ്ങനെ ഓരോ ജില്ലകളിലും നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാംസ് ഇതേപോലെ പ്രാക്ടിക്കലായിട്ട് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് 2020 വരെ കണ്ടക്ട് ചെയ്യുമായിരുന്നു. 2020 കോവിഡിന് ശേഷം നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പം ഇപ്പം നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതലും ഉള്ളത്. സോ ഇങ്ങനെ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞതാണ്. സോ അദ്ദേഹം ഒരു സൈറ്റ് നിർമ്മിക്കാൻ ഒരു കമ്പനിക്ക് 35,000 രൂപ കൊടുത്തു. അവർ വെബ്സൈറ്റ് ഒക്കെ ചെയ്തു തന്നു. പക്ഷേ
എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ 22,900 രൂപ ഈടായിക്കൊണ്ടിരിക്കുകയാണ് വെബ്സൈറ്റ് പുതുക്കാനെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യാനെന്ന് പറഞ്ഞ്, ഡൊമൈൻ ഹോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് 22,900 രൂപ ഈടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ നിന്ന് മേടിച്ചു. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ചെക്ക് ചെയ്തപ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ സൈറ്റിന് എല്ലാ വർഷവും ഒരു 2,000 അല്ലെങ്കിൽ 3,000 രൂപ മാത്രം കൊടുക്കേണ്ട സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ 22,900 രൂപ ഈടായിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരും ഉണ്ടായിരിക്കും. നമ്മൾ അതിന് നിന്ന് കൊടുക്കാതിരിക്കും. നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ പറ്റിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് നമ്മൾ അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ആ സർവീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരെ നമ്മളൊരു പെർമനന്റ് കസ്റ്റമറായിട്ട് നമ്മുടെ കൂടെ നിർത്തുന്നതിലൂടെ, ലോങ് ടൈം കസ്റ്റമറായിട്ട് നിലനിർത്തുന്നതിലൂടെ അവരിൽ നിന്ന് തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാതെ ഒരു കസ്റ്റമറെ കിട്ടി അവരുടെ നിന്ന് ഈ മാക്സിമം പൈസ ആദ്യമേ ഇനി പിഴിഞ്ഞെടുത്ത് ഇനി അവരെ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും നല്ലൊരു ബിസിനസ് അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറിന് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റിൽ നിന്ന് ഒരു അല്പമെങ്കിലും കുറച്ച് ചെയ്തു കൊടുക്കുക. എന്നിട്ട് അവരെ ഒരു ലോങ് ടൈം കസ്റ്റമറായിട്ട് കൂടെ നിർത്തുക. അതിനോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കുറവാണെങ്കിൽ തുടക്കത്തിൽ അവരെ നമ്മൾ കൂടെ നിർത്തുന്നു, പിന്നീട് നമുക്ക് അവരിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റ് സർവീസുകൾ ചെയ്തു കൊടുക്കും. യെസ്, നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഞാനിത് ഈ ഒരു മെത്തേഡ് ഇവിടെ പറയാൻ കാര്യം, നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന 3 സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. സോ അതിലൊന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അത് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചത് 2016-ലാണ്. സോ അന്ന് 2 സ്റ്റാഫുകളെ ഉള്ളായിരുന്നു. ഒന്ന് ഞാനും മറ്റൊരു ടെലികോളർ. ഈ ടെലികോളർ കസ്റ്റമേഴ്സിനെയൊക്കെ വിളിച്ച് കൺവിൻസ് ചെയ്ത് നമ്മുടെ ഹോട്ടലുകളിൽ എത്തിക്കുന്നു, ഞാൻ അവിടെ പോയി ക്ലാസ് എടുക്കുന്നു. ഇതായിരുന്നു 2016-ലെ സിറ്റുവേഷൻ. പക്ഷെ ഇപ്പം 2025-ൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് 44ഓളം സ്റ്റാഫുകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ 2020-ന് ശേഷം ഓൺലൈൻ ക്ലാസ്സുകളിൽ മാത്രം നമുക്ക് 14,000-ലധികം പെയ്ഡ് പാർട്ടിസിപ്പൻസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ ഞാൻ ഇവിടെ കാണിക്കാം. സോ ഇത്രയധികം പെയ്ഡ് പാർട്ടിസിപ്പൻസും അതേപോലെ തന്നെ ഇത്രയധികം സ്റ്റാഫുകളുള്ള ഈ സ്ഥാപനമായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് 3 സക്സസ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. നമ്മുടെ ബിസിനസിന്റെ സക്സസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ്. യെസ്, ഇത് ഏത് ബിസിനസ്സിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ബിസിനസ്സിലാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെയാണ് ആ ഒരു ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ആ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസിലേക്ക് വരുമ്പം ആദ്യത്തത് വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിളാണ്. അതായത് കസ്റ്റമർ വിൻ ചെയ്യണം, നമ്മൾ വിൻ ചെയ്യണം, അതേപോലെ തന്നെ കസ്റ്റമർ വിൻ ചെയ്യണം, നമ്മൾ വിൻ ചെയ്യണം, നമ്മുടെ സപ്ലയേഴ്സും വിൻ ചെയ്യണം. ഓക്കെ, വിൻ 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 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ. അത് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കസ്റ്റമറിന് അവർ സക്സസ്ഫുൾ ആവണം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ സേവനങ്ങളോ കൊണ്ട് പ്രയോജനപ്പെടണം, എങ്കിലേ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാകത്തുള്ളൂ. രണ്ടാമത്തത് എംപ്ലോയീസിന് കൃത്യസമയത്ത് സാലറി, ഇൻസെന്റീവ് എല്ലാം കൊടുത്ത് നമ്മൾ അവരെ കൂടെ നിർത്തുക. സോ അതിലൂടെ അവരും സക്സസ്ഫുൾ ആവും. ഇനി മൂന്നാമത്തത് സപ്ലൈസ്. നമുക്ക് പ്രോഡക്റ്റോ സർവീസോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്കും നമ്മൾ കൃത്യസമയത്ത് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് കൂടെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരും വിൻ ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മളും വിൻ ചെയ്യും. സോ അതാണ് വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ. ഇനി രണ്ടാമത്തെ സംഗതി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. അതായത് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്, അല്ലാതെ വൺ ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ അല്ല. ഒരു കസ്റ്റമറെ നമ്മളൊരു ലോങ് ടൈം കസ്റ്റമർ ആയിട്ട് കണക്കാക്കി അതിനനുസരിച്ച് ഒരു റേറ്റ് കുറച്ച് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ റേറ്റ് നമ്മൾ വളരെ അഫോർഡബിൾ റേറ്റിൽ കൊടുക്കുകയോ ചെയ്യുക. അത് കൂടാതെ നല്ല സേവനം കൊടുത്ത് അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് കൊടുത്ത് അവരെ ലോങ് ടൈം കസ്റ്റമറായിട്ട് കൂടെ നിർത്തുക. സോ ഒരു കസ്റ്റമർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കസ്റ്റമറായി ഇരുന്നാൽ എത്ര രൂപ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, ആ രീതിയിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഈ സംഗതികളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ ഫീൽഡിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, മാത്രമല്ല ഇനി നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് ചില ടോപ്പിക്കുകളിലേക്ക് പോകാനുണ്ട്. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ കണ്ട കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, ഇപ്പോൾ ഒരു 3-4 ടോപ്പിക്സ് നമ്മൾ കണ്ടല്ലോ, ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ കണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, ഡിസൈൻ ചെയ്യുന്നത്, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ വെബ്സൈറ്റ് ക്രിയേഷൻ. ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാനത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അതെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. സോ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ 36 ലാക്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതി നമ്മൾ ലക്ഷ്യമാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് കൂടാതെയോ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എടുക്കുക. സോ അതിനുവേണ്ടി ആദ്യം നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യുക. നമുക്ക് എത്ര ലക്ഷം രൂപ ഒരു വർഷത്തിൽ നമുക്ക് ഏൺ ചെയ്യണം എന്നുള്ള ലക്ഷ്യം ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുക. സോ
ഇത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഗോളാണ്. സോ അതിന്റെ കണക്കുകളിലേക്ക് ഞാൻ വരുന്നുണ്ട്, ഇത് എങ്ങനെ അച്ചീവബിൾ ആവുന്നു എന്നുള്ളത്. സോ അതിലേക്ക് എത്തിച്ചേരാൻ ഒരു മാസം നമ്മൾ എത്ര ലക്ഷം രൂപ ഏൺ ചെയ്യണം? 3 ലക്ഷം രൂപ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 36 ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡിസൈൻ ചെയ്യുന്ന സ്കില്ലുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. 2 ടൂളുകൾ ഞാൻ ഇവിടെ കാണിച്ചു, ബിങ് ഇമേജ് ക്രിയേറ്ററും അതേപോലെ തന്നെ ക്യാൻവയും. സോ ആ 2 ടൂളുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഫേസ്ബുക്കിലെ ബൂസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിച്ചു. അതേപോലെ തന്നെ ആഡ്സ് മാനേജറിലും നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതിനുശേഷം നമ്മൾ ഇതൊരു സർവീസ് ആയിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കാം, ഓക്കെ ഇതൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ ഒരു ആൾക്ക് സർവീസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്കൊരു കസ്റ്റമറെ കിട്ടണ്ടേ? ഒരു കസ്റ്റമർ നമുക്ക് പേയ്മെന്റ് ചെയ്തെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ അതെങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം? അതിനുവേണ്ടി നമ്മൾ ഫേസ്ബുക്ക് ആഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഫേസ്ബുക്കിൽ നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് ഫേസ്ബുക്ക് ആഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഫേസ്ബുക്ക് ആഡ് സർവീസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊടുക്കുന്നു എന്നുള്ള പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ആഡ് കൊടുക്കുകയാണ് വേണ്ടത്. സോ അതിനുള്ള പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻവ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ക്യാൻവ എന്ന് പറയുന്ന ടൂള് നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് നമ്മൾ ക്യാൻവയിൽ വന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള പോസ്റ്റർ നമുക്ക് അവിടെ കിട്ടും. സോ എന്ന് പറഞ്ഞാൽ ഇത് ഡിസൈൻ ചെയ്യാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടുണ്ട് ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു സെർച്ച് ടേം ഞാൻ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യുകയാണ്, നമ്മുടെ ക്യാൻവയിൽ ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നുണ്ടോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറഞ്ഞ് നിരവധി ഡിസൈൻസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൽ നിന്നൊരു ഡിസൈൻ എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ ലോഗോയൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് ഫേസ്ബുക്കിലൂടെ ആഡ് കൊടുത്താൽ തന്നെ നമുക്ക് അതിനകത്ത് എൻക്വയറീസ് ലഭിക്കും. ഈ എൻക്വയറീസിൽ സോ എല്ലാ മാസവും നമുക്ക് ഒരു 2 ക്ലയൻസിനെ കിട്ടുന്നുള്ളതിരിക്കട്ടെ, പെയ്ഡ് ക്ലയൻസിനെ. ഒരു 5 മാസം കഴിയുമ്പോൾ നമുക്ക് ഒരു 10 ക്ലയൻസിന് ലഭിക്കും. സോ മന്ത്ലി 30,000 പ്രോഫിറ്റ് ലഭിക്കുന്ന 10 ക്ലയൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ ഈ ഒരു 3 lakhs പെർ മന്ത് എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് ഇതിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഫേസ്ബുക്ക് ആഡ്സും പഠിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ എഫർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. സോ എന്നിട്ട് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ നമ്മൾ വെബ്സൈറ്റ് ക്രിയേഷനും കൂടെ ആരംഭിക്കുന്നു. ഓക്കെ, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളുകൾ ഞാൻ ഇവിടെ കാണിച്ചു. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അത് ചെയ്ത് കൊടുക്കുക. സോ അതിലൂടെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്ന ചില മെത്തേഡുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എത്ര രൂപ ചാർജ് ചെയ്യണം, അവരെ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, അങ്ങനെയുള്ള ചില റോഡ് മാപ്പുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതായത് വീഡിയോസ് കണ്ടു പഠിക്കുക, പലത് ഇന്റർനെറ്റിലൂടെ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുക, അങ്ങനെയുള്ള ഒരു ശീലം കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് സക്സസും കൂടെ അപ്ലൈ ചെയ്യുക. വിൻ വിൻ വിൻ, ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ, ലേറ്റസ്റ്റ് ടെക്നോളജി, ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് സ്റ്റോറീസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതായത് നമ്മുടെ കോഴ്സിന് ശേഷം സ്വന്തമായിട്ട് ഏജൻസി റൺ ചെയ്യുന്നതും സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് ആഡുകൾ കൊടുക്കുന്നതും ആഡുകൾ ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്ന ചിലരെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ബിനോജ് ശാഖർ അദ്ദേഹം നമ്മുടെ കോഴ്സിലേക്ക് വന്നതിന് ശേഷം പല കാര്യങ്ങളും പഠിച്ചെടുത്തതിന് ശേഷം സ്വന്തമായിട്ട് ഒരു ഏജൻസി തന്നെ അദ്ദേഹം ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. സോ മന്ത്ലി 5 lakhs മുകളിൽ അദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ സാധിച്ചത് ഈ ടൂൾസും ടെക്നിക്സും ഒക്കെ പഠിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടാണ്. സോ മേരെ ABT എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏജൻസി ട്രിവാൻഡ്രത്താണ്. സോ അതേപോലെ തന്നെ വിവേക്, അദ്ദേഹം തൃശ്ശൂരാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ഡിജിമാക്സ് തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥാപനം റൺ ചെയ്യുന്നു. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. മമത ഫ്രം തൃശ്ശൂർ, മമത ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സർവീസസ് ചെയ്തു കൊടുക്കണം. അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് സർവീസുകൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുകയാണ് ശശികുമാർ സാർ. അദ്ദേഹം വർക്ക് ചെയ്യുന്നതിനോടൊപ്പം യഥാർത്ഥത്തിൽ ഇത് ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ്സും വെബ്സൈറ്റ് ക്രിയേഷനൊക്കെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. പ്രമീഷ് ഫ്രം വൈക്കം കോട്ടയം, അർജുനും ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. ഐഷ ഒരു വീട്ടമ്മയാണ്. ആക്ച്വലി ഒരു വരുമാനത്തിന് വേണ്ടിയാണ് ആക്ച്വലി നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നത്. പൊൻകുന്നത്താണ് സ്ഥലം. അപ്പോൾ വീട്ടിലിരുന്ന് ഇന്റർനെറ്റ് കണക്ഷനും അതേപോലെ തന്നെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് സർവീസുകൾ ചെയ്തു കൊടുക്കുന്നു. ഷൊർണൂരിലുള്ള ശശികുമാർ സാർ, അദ്ദേഹം ഇതിനു മുമ്പ് യഥാർത്ഥത്തിൽ ഒരു കമ്പനിക്ക് എല്ലാ മാസവും 2 ലക്ഷത്തോളം രൂപ സർവീസ് ചാർജ് ആയിട്ടും അതേപോലെ തന്നെ ആഡിന്റെ പൈസയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ്. സോ സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് 80,000 രൂപ താഴെ വന്നു. എന്ന് പറഞ്ഞാൽ പല ഏജൻസികളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ അഡ്വർടൈസിങ് കമ്പനികളെ കൊണ്ടോ നമ്മൾ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പൈസ കൊടുക്കേണ്ടി വരും. സോ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ്ബുക്കിന് ഇൻസ്റ്റാഗ്രാമിന് കൊടുക്കേണ്ട ആക്ച്വൽ പേയ്മെന്റ് മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ശ്രീജ മേഡം കൊല്ലത്താണ്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെഡാണ്. സ്വന്തമായിട്ട് ആഡുകൾ ചെയ്ത് അവരുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ജയദേവൻ തമിഴ്നാട്ടുകാരനാണ്, കോയമ്പത്തൂരാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ഇപ്പൊ സ്വന്തമായിട്ട് ഏജൻസി ഉണ്ട്. അതേപോലെ തന്നെ ഹോം അപ്ലയൻസസിന്റെ
സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂമും ഉണ്ട്. സോ ഇങ്ങനെ പലരും സ്വന്തം ബിസിനസ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സർവീസ് ചെയ്ത് കൊടുത്തോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സാധ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ മറ്റ് ടോപ്പിക്കുകളിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് അതേപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ആക്ച്വലി നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് ഞാൻ ഇവിടെ ഒന്ന് അവതരിപ്പിക്കാം. നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് AI പവേർഡ് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂളുകളും ടെക്നിക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവ് കോഴ്സാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 year ആണെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. അതായത് 3 months കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ സാധിക്കും. പിന്നെ എന്തിനാണ് 1 year ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത്? ഈ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് 1 വർഷത്തേക്ക് ലഭിക്കും. അതുപോലെ തന്നെ 1 വർഷത്തേക്കുള്ള സപ്പോർട്ട് ലഭിക്കും. പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്നത്. സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ 6 സപ്പോർട്ട് സ്റ്റാഫുകളുള്ളത്. അപ്പോൾ സംശയങ്ങൾ നിങ്ങൾക്ക് ഫോണിലൂടെ ചോദിക്കാം, വാട്സാപ്പിലൂടെ ചോദിക്കാം. അതേപോലെ തന്നെ സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതുകൂടാതെ എല്ലാ ആഴ്ചകളിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് സൂം ലൈവ് ക്ലാസ്സുകളുണ്ട്. സോ ആ രീതിയിലുള്ള സപ്പോർട്ട് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ബെനിഫിറ്റ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ ഈ മിഷൻ 36 lakhsലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ ഗൈഡൻസും മെത്തേഡുകളും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന പോസ്റ്ററുകളും ലോഗോയും ഒക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് പഠിക്കാം. അതിന്റെ ബേസിക്സ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ആമസോണിലൂടെ സെല് ചെയ്യുന്നതിന്റെ ബേസിക്സ് നമ്മൾ ഇന്ന് തന്നെ കാണുന്നുണ്ട്. പേയ്മെന്റ് ലിങ്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പേയ്മെന്റ് ലിങ്കുകൾ നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെ, അതുപോലെ തന്നെ യൂട്യൂബ് മാർക്കറ്റിംഗ് കവർ ചെയ്യുന്നുണ്ട്. യൂട്യൂബിലൂടെ ഒരു ചാനൽ തുടങ്ങുന്നതും ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും കൂടുതൽ ആൾക്കാരിലേക്ക് ആ വീഡിയോസ് എത്തിക്കുന്നതിൽ വീഡിയോ എഡിറ്റിംഗ് കവർ ചെയ്യുന്നുണ്ട്. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കൂടാതെ ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകൾ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇത് കൂടാതെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡുകൾ, മണി മേക്കിംഗ് ഫ്രം യൂട്യൂബ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ തന്നെ കാണുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വാട്സ്ആപ്പ് ഓട്ടോമേഷൻ, ബിസിനസ് ഓട്ടോമേഷൻ ടൂൾസ്. സോ 22ഓളം മോഡ്യൂൾസ് വരുന്ന ഈ ഒരു കോഴ്സിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും 7:30 മുതൽ 9:30 വരെയാണ് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. ഫസ്റ്റ് ലൈവ് ക്ലാസ് വരുന്നത് മറ്റന്നാളാണ്. ഓക്കെ, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, നാളെ തിങ്കൾ, മറ്റന്നാളാണ് ഫസ്റ്റ് ലൈവ് ക്ലാസ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രൈഡേസിൽ സെപ്പറേറ്റ് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ഇത് കൂടാതെ എല്ലാ മാസങ്ങളിലും നടക്കുന്ന മെഗാ മീറ്റപ്പുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. മെഗാ മീറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ പെയ്ഡ് മെമ്പേഴ്സും കൂടെ ഒന്നിക്കുന്നതാണ് ഈ ഒരു മെഗാ മീറ്റപ്പ്. പല ബാച്ചുകളിലുള്ളവരെല്ലാവരും കൂടെ ഒന്നിക്കുന്നത്. ഇതിലൂടെ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും, ജോലിക്ക് ആളിനെ എടുക്കാൻ സാധിക്കും, ജോലി കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ് ഐഡിയകൾ, മാർക്കറ്റിംഗ് ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെഗാ ബിസിനസ് മീറ്റപ്പിലൂടെ ലഭിക്കുന്നതാണ്. ഓൺലൈനിലൂടെ നടക്കുന്ന മീറ്റപ്പുകളാണ്. സോ അങ്ങനെ മിനിമം 36 ലൈവ് സെഷൻസ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഈ ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സും ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നെന്ന് പറയുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ തിരക്ക് കാരണം ചില ക്ലാസ്സുകൾ മിസ്സായി പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലമോ, അതിനെപ്പറ്റി ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. 2 സൊല്യൂഷൻ ഉണ്ട് അതിന് പറയുന്നത്. സോ തിരക്ക് കാരണം ഏതെങ്കിലും ക്ലാസ്സുകൾ മിസ്സായാലോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോബ്ലം കാരണമോ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് മിസ്സായാലും 2 സൊല്യൂഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ആ മിസ്സായ അതേ ക്ലാസ് തന്നെ നെക്സ്റ്റ് ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ലഭിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ റെക്കോർഡിങ്സ് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലോഗിൻ ചെയ്ത് കാണാൻ സാധിക്കും. സോ ഏത് ക്ലാസ് മിസ്സായാലും അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും വീണ്ടും വീണ്ടും അത് കാണാനോ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്ത് പഠിക്കാനോ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. സോ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി തന്നെ കഴിഞ്ഞ 4-5 വർഷത്തെ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് ഉണ്ട്. ഞാനിതിവിടെ കാണിക്കാം. 2020 മുതലാണ് ആക്ച്വലി നമ്മുടെ ഓൺലൈൻ ബാച്ചുകൾ ആരംഭിച്ചത്. സോ അന്ന് മുതലേ ഉള്ള ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ആ ലേണിംഗ് പ്ലാറ്റ്ഫോം ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലുള്ള ടോപ്പിക്കുകളൊന്ന് കാണിക്കാം. നമുക്ക് ഇതിനുള്ളിലേക്ക് വരുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോകളാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന 15ഓളം വീഡിയോസ് കാണാൻ സാധിക്കും. യൂട്യൂബ് മാർക്കറ്റിംഗ് ചെയ്യുന്ന വീഡിയോകൾ, ഗൂഗിൾ മൈ ബിസിനസ്, ഗൂഗിൾ ആഡ്സ്, വീഡിയോ എഡിറ്റിംഗ്, വെബ്സൈറ്റ് ക്രിയേഷൻ, മേക്ക് മണി ഓൺലൈൻ, പേയ്മെന്റ് ഗേറ്റ്വേ, SEO, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ്, SMS മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ് സെല്ലിംഗ്, ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജി. സോ ഇത് കൂടാതെ നോക്കി ബാച്ച് 1 ലൈവ് ക്ലാസ് റെക്കോർഡിങ്സ്. ബാച്ച് 1 എന്ന് പറയുന്നത് 2020 ജൂൺ മാസം 17-ാം തീയതി മുതൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ബാച്ചിന്റെ റെക്കോർഡിങ്സ് ഏറ്റവും താഴേക്ക് വരുവാണെങ്കിൽ കാണാൻ സാധിക്കും. 2025 ഡിസംബർ 16 അഥവാ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ബാച്ചിന്റെ വരെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് നേരത്തെ പഠിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള ബാച്ചിന്റെ റെക്കോർഡിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ലൈവിലേക്ക് വരുവാണെങ്കിൽ ഇന്ററാക്ട് ചെയ്ത് തന്നെ
പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെയുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഇതിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്. ഇനി ഇതിനകത്തുള്ള മറ്റ് ബോണസുകളെ പറ്റി പറയാം. സോ 17,000 രൂപ വില വരുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. ക്യാൻവ എന്ന് പറയുന്ന ടൂൾ ഞാനിവിടെ പറഞ്ഞു. ക്യാൻവയുടെ പെയ്ഡ് ടെംപ്ലേറ്റ്സിന്റെ കളക്ഷൻ ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. 2 വർഷത്തെ കണ്ടന്റ് കലണ്ടർ, സോഷ്യൽ മീഡിയ കണ്ടന്റ് കലണ്ടർ ഇതിന്റെ കൂടെ തന്നെയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകൾ 1 വർഷത്തേക്ക് സപ്പോർട്ട് ലഭിക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, 1 ഇയർ സപ്പോർട്ട്, മെഗാ മീറ്റപ്പുകൾ എല്ലാ മാസങ്ങളിലും നടക്കുന്നത്. കൂടാതെ സർട്ടിഫിക്കറ്റ് 3 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. സോ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 31,500 ആണ് ഈ കോഴ്സിന്റെ വാല്യൂ വരുന്നത്. റെക്കോർഡ് വീഡിയോസ്, സോഫ്റ്റ്വെയറുകൾ, അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസും ലൈവ് ക്ലാസ്സുകളും സപ്പോർട്ടും എല്ലാം ചേരുന്ന വാല്യൂ ആണ് 31,500 എങ്കിലും ഇത് ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 ആണ് ആക്ച്വൽ ഫീസ് വരുന്നത്. സോ ഈ ഒരു 14,500 തന്നെ ഫസ്റ്റ് 10 ബുക്കിംഗ്സിന് 6,500 എന്ന ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ക്രിസ്മസ് പ്രമാണിച്ച് ആക്ച്വലി 6,500 തന്നെ വീണ്ടും ഒരു 1,000 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ഫസ്റ്റ് 10 ബുക്കിംഗ്സിന് ലഭിക്കും. അതെന്ന് പറയുന്നത് 5,500 ആണ് ആക്ച്വലി നമ്മുടെ ഫൈനൽ ഓഫർ ഫീസ് പറയുന്നത്. 5,500 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 14,500 ആണ് നമ്മുടെ ആക്ച്വൽ ഫീസ് വരുന്നത്. സോ ഈ ഒരു 5,500 എന്ന് പറയുന്ന ഈ ഒരു ഓഫർ ഫീസിൽ, ക്രിസ്മസ് പ്രമാണിച്ചിട്ടുള്ള ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെടേണ്ടത്. സോ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആക്ച്വലി കോൺടാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുള്ള എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചാലും അത് ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ഉണ്ടായിരിക്കും, അവർ നിങ്ങൾക്ക് ക്ലാസിന്റെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും. സോ അവർക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്ക്രീനാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ചെയ്യേണ്ടത് മാത്രം നിങ്ങൾ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിലാണോ ഉള്ളത് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവിന് ഇതേപോലെ അവർ മെസ്സേജ് ഇടുന്നുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് എന്നൊരു മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും, പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. പേയ്മെന്റ് അടച്ച് പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ സോ ഇമീഡിയറ്റ്ലി നിങ്ങൾ പെയ്ഡ് മെമ്പേഴ്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, ഇതേപോലെ പെയ്ഡ് മെമ്പേഴ്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ ഇതിലേക്ക് എത്തുമ്പോൾ സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പറുകൾ, അതുപോലെ തന്നെ ക്ലാസിന്റെ ലിങ്കും എല്ലാം ഇതിനകത്ത് ലഭിക്കും. ക്ലാസിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ ലഭിക്കും. December 23, December 30, January 6, January 13 എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ ക്ലാസിന്റെ ലിസ്റ്റും ലഭിക്കുന്നതാണ്. സോ അതുപോലെ തന്നെ ലേണിംഗ് പ്ലാറ്റ്ഫോം, ഞാൻ നേരത്തെ കാണിച്ച ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസ് ഇമ്മീഡിയറ്റ്ലി ലഭിക്കും. സോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഇന്ന് തന്നെ പഠനം ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചാറ്റ് മെയിലിൽ ചോദിക്കുക. അതേപോലെ തന്നെ ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമർ കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ ഇമ്മീഡിയറ്റ്ലി കടക്കുന്നതായിരിക്കും. അടുത്ത വരാൻ പോകുന്ന ടോപ്പിക് ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്, അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കാണുന്നുണ്ട്, ഓൺലൈൻ മണി മേക്കിംഗിലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ AI ടൂളുകൾ വരുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾ അല്പസമയത്തിനുള്ളിൽ കടക്കുന്നതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചാറ്റ് വിൻഡോയിലും ചോദിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തും ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമർ കൂടെ ഞാനിവിടെ സെറ്റ് ചെയ്യുകയാണ്. ക്രിസ്മസ് ഓഫർ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കലും മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫറാണ്. ഓക്കെ, ഓക്കെ 20 മിനിറ്റ്സിന്റെ ഒരു ടൈമർ കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചോദിക്കാം. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്, എനിക്ക് ബേസിക് നോളജ് ആണ്, ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കും. കാരണം ഇതിനകത്ത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ഇതിനകത്ത് പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ബേസിക് മൊബൈൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന ആർക്കും ഇത് പഠിക്കാൻ സാധിക്കും. സോ ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ പെയ്ഡ് കോഴ്സിൽ പഠിക്കുന്ന ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞാണ് ഈ കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്തും ആമസോണിലൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നുണ്ട്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ നിനക്ക് ഒന്നും മനസ്സിലാവില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടുന്നത്. കാരണം നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല, എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധി, പിന്നെ ചിലർക്ക് ഒരു അല്പം സമയം കൂടുതൽ എടുക്കും എന്നുള്ളത് മാത്രം. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇവിടെ ആരെങ്കിലും ഒരു അറിയാവുന്ന കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മളത് സന്തോഷത്തോടെ പറഞ്ഞു കൊടുത്താൽ അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം ആവുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുകയും ചെയ്യും, നമ്മുടെ അറിവ് വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഓക്കെ, മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓഫർ പിന്നെ ലഭിക്കുമോ എന്ന് ചോദിക്കുന്നത്, ഓഫർ പിന്നീട് ലഭിക്കത്തില്ല. ക്രിസ്മസ് ഓഫർ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യുന്നവർക്കാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോ ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലെ ഓഫർ ക്ലോസ് ആവുന്നതനുസരിച്ച് അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5,500 ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. digitalmagnetonline.com എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ കോഴ്സിന്റെ ആക്ച്വൽ ഓഫർ ഫീസ് 14,500 ആണ്. 14,500 അടയ്ക്കാനുള്ള പേയ്മെന്റ് ലിങ്ക് മാത്രമേ നമ്മുടെ വെബ്സൈറ്റിലുള്ളൂ. അവിടെ ഒരു 5,500 ഓപ്ഷൻ ലഭിക്കത്തില്ല. 5,500 ഓഫർ ലഭിക്കാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ
അഡ്മിൻ അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റിലുള്ള എക്സിക്യൂട്ടീവ്സിന് ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നത് ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ കൊടുക്കുന്നത് പോലെ ഇൻസ്റ്റാഗ്രാമിലും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ആ ബൂസ്റ്റ് പോസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ആഡ്സ് മാനേജറിൽ ചെല്ലുകയാണെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും രണ്ടിലും ഒരുമിച്ച് ആഡ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പലരും പേയ്മെന്റ് അടയ്ക്കുന്ന മെസ്സേജ് വരുന്നുണ്ട്. അവർ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ പേയ്മെന്റ് അടച്ചവരുടെ പേര് ഞാനൊന്ന് വിളിക്കാം. അവർ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 5500 എന്ന് പറയുന്ന പേയ്മെന്റ് പോപ്പപ്പ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഗൂഗിൾ പേയിൽ ഒന്നിരിക്കുന്നവരാണ് ഞാനിപ്പം കാണിക്കുന്നത്. അവർ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, സന്തോഷ് സാറിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ പേയ്മെന്റ്. സന്തോഷ് സാറിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. ഐപ്പ് അബ്രഹാം, ശ്രീരാഗ്, വിന്റർ, അതുപോലെ തന്നെ നസീർ, അക്കീബ്, ഹരിഹരൻ, താങ്ക് യു ഫോർ ദ പേയ്മെന്റ്. പേയ്മെന്റ് അടച്ചവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ ഇപ്പം തന്നെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ആക്സസ് ഇമ്മീഡിയറ്റ്ലി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പം നമ്മളിവിടെ കണ്ട് 36 ലക്ഷത്തിന്റെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ ഇതിൽ നിന്നൊക്കെ എത്ര രൂപ വരുമാനം ഉണ്ടാക്കുന്നത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ വരുമാന സ്രോതസ് എന്താണ് എന്നറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. കാരണം നമ്മൾ ഈ കണക്കുകൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അത് അച്ചീവ് ചെയ്യണമല്ലോ. ശരിയാണോ? എനിക്ക് ഏതൊക്കെ രീതിയിലാണ് വരുമാനം കിട്ടുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നു എന്നറിയണമെങ്കിൽ എസ് എന്ന് കമന്റ്. യെസ്, പലരും എസ് എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ ദ കമന്റ്സ്. ആക്ച്വലി എൻ്റെ വരുമാന സ്രോതസ് എന്ന് പറഞ്ഞാൽ 3 വരുമാന സ്രോതസ്സുകളാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിലൂടെയും അപ്ലൈ ചെയ്യുന്നതിലൂടെയും ഉള്ളത്. സോ അതിലൊന്നെന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ആക്ച്വലി ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യാൻ ഫേസ്ബുക്ക് ആഡ്സും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആഡ്സും ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നത് യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് കണ്ടിട്ടാണ് ആക്ച്വലി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വന്നത്, ഈ ക്ലാസ്സിലേക്ക് വന്നത്. അപ്പോൾ അത് ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ അതിന്റെ എത്രത്തോളം ഇൻകം കിട്ടുന്നു എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഇത് സർവീസ് ആയിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഇതേ സർവീസസ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ കുറെ ക്ലയൻസ് ഉണ്ട്, അവർക്ക് സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്. മൂന്നാമത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഈ 3 വരുമാന സ്രോതസ്സുകളാണ് മെയിനായിട്ടും എനിക്കുള്ളത്. സോ ഇതിൽ ട്രെയിനിങ് പ്രോഗ്രാംസിൽ നിന്നുള്ള വരുമാനം ഞാനിവിടെ കാണിക്കാം. സോ അത് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കോഴ്സിലേക്ക് ആക്സസ് കൊടുത്തിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോം. അതായത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ആക്സസ് കൊടുക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ ആ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉൾഭാഗമാണ് ഞാനിവിടെ കാണിക്കുന്നത്. മാത്രമല്ല ഞാൻ നേരത്തെ കാണിച്ചു നമുക്ക് എത്രത്തോളം പെയ്ഡ് സ്റ്റുഡൻസിന് ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനിവിടെ അവതരിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉൾഭാഗത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 14,961 സ്റ്റുഡൻസ്. സോ ഇത് നമുക്ക് കഴിഞ്ഞ ഒരു 4 വർഷത്തിനുള്ളിൽ, അതായത് കോവിഡിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ഇതെല്ലാം ആ സ്റ്റുഡൻസിന്റെ ഇമെയിൽ അഡ്രസ്സുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 4 വർഷത്തെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസിൽ നിന്നുള്ള റവന്യൂ എത്രയാണെന്ന് അറിയാൻ സാധിക്കും. ആവറേജ് ഫീസ് 6500 ആണ് ആക്ച്വലി നമ്മുടെ ഓഫർ ഫീസ് ആയിട്ട് പലപ്പോഴും കൊടുക്കാറുള്ളത്. സോ ഇപ്പോൾ 5500 എന്ന് പറയുന്നത് ക്രിസ്മസ് പ്രമാണിച്ചുള്ളതാണ്. ഇപ്പോൾ 6500 എന്ന് പറയുന്ന ഈ ഒരു ഓഫർ ഫീസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ആക്ച്വൽ പ്രൈസ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, 9,72,00,000 എന്ന് പറയുന്ന ഫിഗർ. ആക്ച്വലി ഇത് 4 വർഷത്തെ റവന്യൂ ആണ്. ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,43,00,000 എന്ന് പറഞ്ഞാൽ 243 lakhs പെർ ഇയർ എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസിൽ നിന്നുള്ള റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് ഇവിടെ വെളിപ്പെടുത്താൻ കാരണം വേറെ ഒന്നുമല്ല. ഇവിടെ ഞാൻ 36 lakhs എന്ന് പറയുന്ന ഒരു ഫിഗർ ഞാൻ തുടക്കത്തിലും ഇതിനിടയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 36 lakhs പെർ ഇയർ എന്ന് പറയുന്ന ഫിഗറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്താൽ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് ഒക്കെ കൊടുക്കുന്നത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എൻ്റെ റവന്യൂ ഞാനിവിടെ കാണിച്ചത്. ഇനി രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആണ്. ഇപ്പൊ ഞാനിവിടെ സർവീസസ് ഞാൻ ഒറ്റയ്ക്കല്ല, ഇപ്പം നമുക്കിവിടെ സ്റ്റാഫുകളുണ്ട് പലതും ചെയ്യാൻ. ഞാനതിവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്ലയൻസ് ഇതേപോലെ മറ്റ് ക്ലയൻസ് നമുക്കുണ്ട്. ഇതിനകത്ത് ബിൽഡേഴ്സ് ഉണ്ട്, ഇന്റീരിയർ ഡിസൈൻ കമ്പനികളുണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനികളുണ്ട്.
സോ ഇവർക്ക് വേണ്ടി സർവീസസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 5 lakhs to 8 lakhs ആണ്. ഡിപ്പെൻസ് ഓൺ ദ വർക്കാണ്. ചില മാസങ്ങളിൽ വർക്ക് കൂടുതലായിരിക്കും, ചില മാസങ്ങളിൽ വർക്ക് കുറവായിരിക്കും. സോ ഇതാണ് ആക്ച്വലി മന്ത്ലി ഇൻകം എന്ന് പറയുന്നത്. ഇത് കൂടാതെയുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അറൌണ്ട് 80,000 ആണ് ഇതിലൂടെ കിട്ടുന്ന ഇൻകം. അതിന്റെ എങ്ങനെയാണെന്നുള്ളതിൽ ഞാൻ അല്പസമയത്തിനുള്ളിൽ വരുന്നുണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് കടക്കുമ്പോൾ. ഞാൻ ഇവിടെ ഈ ഒരു ഇൻകം സോഴ്സുകളും അതിന്റെ എമൗണ്ട് ഞാൻ ഇവിടെ വെളിപ്പെടുത്തിയതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, സോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയും നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. മാത്രമല്ല എൻ്റെ എക്സാമ്പിൾ മാത്രമല്ല, നമ്മുടെ കോഴ്സ് കഴിഞ്ഞ പലരും ഏൺ ചെയ്യുന്നതും അതുപോലെ തന്നെ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ കാണിച്ചത്. ഓക്കെ, മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. പലരും പേയ്മെന്റ് അടച്ച മെസ്സേജ് വരുന്നുണ്ട്. ഒരാൾക്ക് പേയ്മെന്റ് എറർ വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ്. പേയ്മെന്റ് എറർ വന്നവർ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യുക. ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞ് പേയ്മെന്റ് ഓഫർ കഴിഞ്ഞു എന്നൊരു ഗ്രൂപ്പിൽ പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചില ഗ്രൂപ്പുകളിൽ പെട്ടെന്ന് ഓഫർ ക്ലോസ് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിനും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓഫറുകൾ. സോ ഓഫർ കംപ്ലീറ്റ് ചെയ്ത ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 5,500 ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. സോ അവിടെ 14,500 ആണ് ആക്ച്വലി വരുന്ന പേയ്മെന്റ്. 7,500 പ്ലസ് 7,000 രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ 5,500 അവൈലബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളിലായിരിക്കും 5,500. നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ ഇവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ യെസ്, റെഡി ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ ടൈമർ റണ്ണിങ് ആണ്. സോ ഓഫറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇൻഫോം ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കാണാൻ പോവാണ്. പലരും ചോദിക്കാറുണ്ട്, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ജോലി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ബിസിനസ്സിനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്, ഇതൊക്കെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ. സോ അതിനൊരു എക്സാമ്പിൾ ഞാനൊരു അനുഭവത്തിലൂടെ പറയാം. സോ ഇതിനു മുമ്പ് 2-3 വർഷം മുമ്പുള്ള സംഭവമാണ്. ആക്ച്വലി ഒരു തലശ്ശേരിയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്തതാണ്. ഡിസൈനേഴ്സ് ഒക്കെ ഉള്ള കുറേ സ്റ്റുഡിയോ ആണ്. ഒരു 7-8 ഡിസൈനേഴ്സ് ഒക്കെ ഉള്ള വലിയ സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിങ്ങും പുതിയ ചില ടൂളുകളുടെയൊക്കെ ക്ലാസ്സുകൾ എടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ അവിടെ പോയി ക്ലാസ്സുകൾ എടുത്തു. ക്ലാസ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അതിന്റെ ഓണർ എന്നെ വിളിച്ച് പറഞ്ഞു, ക്ലാസ് എനിക്ക് ഏറെ പ്രയോജനപ്പെട്ടു സാർ. ഈ ക്ലാസ്സിൽ പറഞ്ഞ ഈ ടൂൾ കാരണം 2 സ്റ്റാഫിനെ കുറയ്ക്കാൻ സാധിക്കും. സോ ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം 2 പേരുടെ ജോലി നഷ്ടപ്പെട്ടു. എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. ആ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ടൂളാണ് ആക്ച്വലി 2 പേരുടെ ജോലി നഷ്ടപ്പെടുന്ന കാരണമായത്. സോ എന്തായിരുന്നു ആ ടൂൾ എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. ആ ടൂൾ എന്ന് പറയുന്നത് remove.bg എന്ന് പറയുന്ന ടൂളാണ്. www.remove.bg. ഈ ഒരു ടൂളാണ് 2 പേരുടെ ജോലി അന്ന് നഷ്ടപ്പെടുത്തിയത്. സോ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൂൾ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ടൂളാണ്. നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്ക് വേറൊരു ഇമേജ് വെക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, remove.bg എന്ന് പറയുന്ന സൈറ്റിനകത്ത് ഞാനൊരു ഡെമോ കാണിക്കാം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, രജനീകാന്തിന്റെ ഒരു ഇമേജ് എടുത്ത് ഞാൻ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് കാണിക്കാം. ഈ ഒരു ഇമേജ് എടുത്തിരിക്കുന്നു. സോ ഈ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ കോർണറിലൂടെ ഇങ്ങനെ വരച്ച് സമയമെടുത്ത് പഴയ രീതി ഫോട്ടോഷോപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയായിരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഇമേജ് നേരെ നമ്മൾ ഈ ഒരു remove.bg എന്ന് പറയുന്ന സൈറ്റിനകത്തേക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ആ സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. ജസ്റ്റ് അപ്ലോഡ് ഇമേജ് കൊടുക്കുന്നു. അപ്ലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും ഏത് ഇമേജ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ആ ഇമേജ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഞാൻ രജനീകാന്തിന്റെ ആ ഇമേജ് ആണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞു. സോ എത്ര പെട്ടെന്നാണ് ആക്ച്വലി ആ പ്രോസസ്സ് നടന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജ് ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് കട്ടായി വന്നിട്ടുണ്ട്. സോ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സ്റ്റുഡിയോകളിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ആൾക്കാരെ ഇരുത്തുമായിരുന്നു. പക്ഷെ അവരുടെ ഒന്നും ആവശ്യമില്ല അതാണ്. കാരണം ഒരു സിമ്പിൾ സൈറ്റിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോയി കിട്ടും. ഇനി ഇമേജുകൾ ഉണ്ടാക്കാൻ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ തുടക്കത്തിൽ കണ്ടായിരുന്നു. കണ്ടന്റ് എഴുതാൻ വേണ്ടി ChatGPT, ജെമിനി പോലെയുള്ള ടൂളുകൾ. നമുക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കണ്ടന്റ് എഴുതരാൻ, സോ ഇന്ന കാര്യത്തെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതരാൻ പറഞ്ഞാൽ അത് കണ്ടന്റ് എഴുതരും. വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളുണ്ട്. ജസ്റ്റ് കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അത് വീഡിയോ ഉണ്ടാക്കി തരും. അതും ശബ്ദത്തോട് കൂടിയ വീഡിയോ ഉണ്ടാക്കി തരും. അതാണ് ജെമിനിയിലുള്ള VO3 എന്ന് പറയുന്ന ടൂൾ. സോ ഇങ്ങനെയുള്ള പല ടൂളുകളും വരുമ്പോഴത്തേക്ക് നമ്മുടെ ജോലിക്ക് ഒരു ഭീഷണി തന്നെയാണ് നമ്മളിത് പഠിക്കുകയും അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിൽ നമ്മളിത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇതൊക്കെ എടുത്ത് അപ്ലൈ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുക നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എപ്പോഴും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ നമ്മളത് അപ്ലൈ ചെയ്തിരുന്നില്ലെങ്കിൽ
അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്കതൊരു ഭീഷണിയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ ഓക്കെ അമേരിക്കൻ ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിനെ സ്വാധീനിക്കത്തക്ക രീതിയിൽ നമുക്ക് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് അവരിലേക്ക് സെയിൽസ് എത്തിക്കാൻ സാധിക്കും. സോ അതാണ് ആ ന്യൂറോ മാർക്കറ്റിംഗിന്റെ കാതൽ എന്ന് പറയുന്ന സംഗതി. നമ്മുടെ ചാറ്റിൽ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ചതാണ്. ഓക്കെ, നമുക്ക് ഇനി ഒരു ആമസോണിലൂടെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത് കണ്ടല്ലോ. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. റെഡിയാണോ? ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്. യെസ് റെഡിയാണോ? ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പേയ്മെന്റ് എറർ എന്ന് കാണിക്കുന്നു പറഞ്ഞു. പേയ്മെന്റ് എറർ വന്നവർ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്യുക. ആ സീറ്റ് അവർ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. പേയ്മെന്റ് എറർ വന്നവർ അല്ലെങ്കിൽ അവർ ആൾട്ടർനേറ്റീവ് പേയ്മെന്റ് ലിങ്ക് തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ആമസോണിലൂടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതിന്റെ ചില സാധ്യതകളുമാണ്. നോക്കി, ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്ന് നമ്മൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനാണെങ്കിൽ ആമസോണിൽ തന്നെ നമുക്ക് സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും താഴേക്ക് വരും ആമസോണിന്റെ സൈറ്റ് എടുത്തു, amazon.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് വന്നു. അതിൽ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൽ ഓൺ ആമസോൺ. ഈ സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെല്ലർ സെൻട്രൽ. ഓക്കെ, സ്റ്റാർട്ട് സെല്ലിംഗ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് സെല്ലിംഗിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ സെല്ലർ സെൻട്രൽ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ സെല്ലർ സെൻട്രൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് നമുക്ക് സെല് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ബനാന ചിപ്സ് അഥവാ ഉപ്പേരി, നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാറുള്ള സംഭവമാണ് കേരള ബനാന ചിപ്സ് എന്ന് പറഞ്ഞത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേരള ബനാന ചിപ്സ് എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇവിടെ ബ്രാൻഡ് ചെയ്ത് സെല് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇവിടെ സെർച്ചിൽ ആദ്യം വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കിയാൽ സ്പോൺസേഡ് എന്നുള്ള ലേബലിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നുണ്ടോ? സ്പോൺസേഡ് എന്നുള്ള ലേബലിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. ഓക്കെ, ഇത് നല്ല വിലക്കാണ് ആക്ച്വലി വിൽക്കുന്നത്. ഇവിടെ നമുക്ക് ലഭിക്കുന്നതിന്റെ 4 ഇരട്ടി 5 ഇരട്ടി വിലക്കാണ് ഇത് വിൽക്കുന്നത്. സോ ഇവിടെ 238 എന്ന് പറയുന്നത് വെറും 300 ഗ്രാമിനാണ് 238 എന്ന് പറഞ്ഞുകൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് 1000 മുകളിൽ രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. സോ ഇത് പോട്ടെന്ന് വെക്കാം. ഞാൻ മറ്റൊരു പ്രോഡക്റ്റ് കാണിക്കാം. ടപ്പിയോക്ക സ്റ്റെം കട്ടിങ്സ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മരച്ചീനി കമ്പുകൾ ഇതിനകത്തൂടെ സെല് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ടപ്പിയോക്ക സ്റ്റെം കട്ടിങ്സ്. നമ്മുടെ നാട്ടിൽ വെറുതെ കിടക്കുന്ന മരച്ചീനി കമ്പുകൾ എങ്ങനെയാണ് ആക്ച്വലി ഇതിനകത്തൂടെ വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നത്? സോ അത് ആര് മേടിക്കാനാണ്? ഇതൊക്കെയായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ ടപ്പിയോക്ക സ്റ്റെം കട്ടിങ്സ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ വന്നിരിക്കുന്നുണ്ടോ? 249, 349, 269. എന്താണ് സംഗതി? നമ്മുടെ നാട്ടിൽ കുഴിച്ചു വെക്കുന്ന മരച്ചീനി കമ്പുകളാണ് ഇതിനകത്തൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 349 രൂപയ്ക്ക്, അതായത് 10 മൂട് മരച്ചീനി നടാനുള്ള കമ്പാണ് അതിനകത്തൂടെ വിൽക്കുന്നത്. വെറും 10 മൂട്, അതിനാണ് 349 രൂപ. എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആമസോൺ എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ മാത്രമുള്ളതല്ല, ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒട്ടും വിലയില്ലാത്ത സംഗതിയോ അല്ലെങ്കിൽ വളരെ വിലക്കുറവുള്ള സംഗതിയോ നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ വില കൂട്ടി വിൽക്കാൻ സാധിക്കും. കാരണം അവിടെ അത് അവൈലബിൾ ആയിരിക്കത്തില്ല എന്നുള്ളതാണ്. ഈ മരച്ചീനി കമ്പനിയുടെ കേസ് തന്നെ എടുക്കുക. സോ ഇന്ത്യയിലുള്ള വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലുള്ളവർ ഇത് അയൽവക്കത്ത് പോയി മേടിക്കാൻ പറ്റുന്ന സംഗതി അല്ലല്ലോ. അവരുടെ 1-2 സെന്റിൽ ഇത് നടണമെന്നുണ്ടെങ്കിൽ അവർ ഓൺലൈനിലൂടെ മേടിക്കുമായിരിക്കും ചെയ്യുന്നത്. സോ ഇതേപോലെ പല ഓപ്പർച്യൂണിറ്റികളും നമുക്ക് ആമസോണിൽ കാണാൻ സാധിക്കും. പിന്നെ ആൾക്കാർ ചിരട്ട വിറ്റ് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. കോക്കനട്ട് ഷെൽ എന്ന് ഇതിൽ സെർച്ച് ചെയ്ത് നോക്കുക. കോക്കനട്ട് ഷെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചിരട്ടയാണെന്നറിയാം. ഈ കോക്കനട്ട് ഷെൽ എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൂടെ വിൽക്കുന്നത് തേങ്ങയെക്കാളും വലിയ വിലക്കാണ് ഈ ചിരട്ട ഇതിനകത്തൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കോക്കനട്ട് ഷെൽ എന്ന് സെർച്ച് ചെയ്തു, വന്നിരിക്കുന്നതും കാണാൻ സാധിക്കും. ഓക്കെ, 4 കിലോ ചിരട്ട, 4 കിലോ ആണ്. 4 കിലോ കോക്കനട്ട് ഷെല്ല് 560 രൂപയ്ക്കാണ് വിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് ഏതാണ്ട് 560 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 140 രൂപയായി. 1 കിലോയ്ക്ക് 140 രൂപ. 1 കിലോ തേങ്ങയ്ക്ക് 140 രൂപയുണ്ടോ? ഇവിടെ 1 കിലോ ചിരട്ട 140 രൂപയ്ക്ക് വിൽക്കുന്നത്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല ഓപ്പർച്യൂണിറ്റികളുണ്ട്. നമ്മളത് മനസ്സിലാക്കി ഇതിനകത്തൂടെ നമുക്ക് സെല് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെല് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ആമസോണിന്റെ സൈറ്റിൽ വരിക, ഏറ്റവും താഴേക്ക് വന്ന് ഇവിടെ സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്തോട് സെല് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സെല് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. നോക്കിയാൽ നമുക്ക് ഇതിനകത്തേക്ക് വരുമ്പോൾ
ആമസോൺ സെല്ലർ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭിക്കും. സോ അതുവഴി നമുക്ക് സെല് ചെയ്യാൻ സാധിക്കുന്നതാണ് ആമസോൺ സെല്ലർ ആപ്പ്. ഇതാണ് ആ ഒരു ആമസോൺ സെല്ലർ ആപ്പ് എന്ന് പറയുന്നത്, സെല്ലർ ആപ്പ് ഫോർ ബിസിനസ്. ഓക്കെ, സോ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, അതായത് അവിടെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്ത് കൊടുത്ത് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, വീണ്ടും ചില പേയ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഒരു പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. ഓക്കെ, ഗൂഗിൾ പേ, ബിനുമോളുടെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. ബിനുമോൾ, താങ്ക് യു ഫോർ ദ പേയ്മെന്റ്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു. ഓഫർ അവൈലബിൾ ആണോ? ഈ ഓഫറിന്റെ സ്റ്റാറ്റസ് എനിക്കറിയാൻ സാധിക്കുന്നില്ല. നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് ഒന്ന് മെസ്സേജ് അയക്കുക. ആ ഗ്രൂപ്പുകളിലാണ് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടന്നാൽ, റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. നമുക്ക് 9:30 വരെയാണ് സെഷൻ വരുന്നത്. 20 മിനിറ്റ് കൂടെ ആയിരിക്കും നമുക്ക് സെഷൻ വരുന്നത്. യെസ്, റെഡിയാണ്. ഓക്കെ, ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്, അതായത് ഞാൻ നേരത്തെ വെബ്സൈറ്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. സോ അതിൽ ഉള്ളൊരു സംഭവമാണ് ഡൊമൈൻ നെയിംസ് എന്ന് പറയുന്ന സംഭവം. ഡൊമൈൻ നെയിമിനെ കുറിച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കാണാം. എന്താണ് ഡൊമൈൻ നെയിം, സോ അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന്. അതായത് ഡൊമൈൻ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ്സിനാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇത് നമ്മൾ സമയത്ത് എടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, www naturefresh.com, നമ്മുടെ ബ്രാൻഡിന്റെ പേര് നേച്ചർ ഫ്രഷ് എന്നാണെന്ന് കിട്ടെ. ഈ naturefresh.com എന്ന് പറയുന്ന പേര് നമ്മൾ സമയത്ത് എടുത്തില്ലെങ്കിൽ നമുക്ക് ആ പേര് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇതിനാണ് ഡൊമൈൻ നെയിം. ഇത് വളരെ യുണീക്ക് ആണ്. ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ഇതേ പേര് വേറൊരാൾക്ക് ലഭിക്കത്തില്ല എന്നുള്ളതാണ്. ഒരാൾ ഇതേ പേര് എടുത്തു കഴിഞ്ഞാൽ അതേ പേര് വേറൊരാൾക്ക് ലഭിക്കണമെങ്കിൽ മറ്റേ ആൾ വിൽക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പയർ ആകണം, എങ്കിലേ ലഭിക്കത്തുള്ളൂ. സോ ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ഡൊമൈൻ നെയിം എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൈറ്റുകളിൽ ഒന്നാണ് ഗോഡാഡി എന്ന് പറയുന്ന സൈറ്റ്. ഓക്കെ, ഗോഡാഡി എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സൈറ്റ് ലഭിക്കും. ഇതേപോലെ പല സൈറ്റുകളും ഉണ്ട്. ഏത് സൈറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ സൈറ്റ് കിട്ടുന്നതായിരിക്കും. പക്ഷെ ഒരെണ്ണത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ആ പേര് കിട്ടത്തില്ല. ഓക്കെ, ഞാൻ ഇവിടെ godaddy.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. godaddy.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് വന്ന് നമ്മൾ ആ പേര് ഇവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അവൈലബിൾ അല്ലെങ്കിൽ പേര് മാറ്റി മേടിക്കേണ്ടി വരും. അപ്പം ഞാൻ നേച്ചർ ഫ്രഷ് എന്നുള്ള പേര് കൊടുക്കുകയാണ്. ഓക്കെ, naturefresh.com എന്ന് പറയുന്ന പേര് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എന്താണ് കാണിക്കുന്നത്? ഓക്കെ, naturefresh.com ഈസ് ടേക്കൺ. സോ വേറെ ആരോ എടുത്തു പോയി എന്ന് കാണിക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് ടേക്കൺ. പിന്നെ എന്താണ് ഈ 16,999 പറയുന്നത്? അത് എടുത്ത ആളിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് ആണ് ഈ 16,999 എന്ന് പറയുന്നത്. അപ്പോൾ സമയത്ത് എടുത്തില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. സോ അതിന്റെ പിന്നെ ഈ പേരിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയാക്കി നമുക്ക് എടുക്കാൻ പറ്റും. നേച്ചർ ഫ്രഷ് കേരള എന്നോ അങ്ങനെയൊക്കെ പേര് മാറ്റിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. സമയത്ത് നിങ്ങളുടെ ബ്രാൻഡ് നെയിം എടുക്കാൻ ശ്രമിക്കുക. സോ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കാം. നമ്മുടെ ശബരിമലയുടെ സൈറ്റാണ് ഞാൻ, ശബരിമല.com എന്ന് പറയുന്ന സൈറ്റാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ശബരിമല.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അയ്യപ്പനെ കുറിച്ചും ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ശബരിമല.com എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെയോ ഗവൺമെന്റിന്റെയോ സൈറ്റ് അല്ല. ഇത് തൃശ്ശൂരും അതേപോലെ എറണാകുളത്തും ഒക്കെ ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ സൈറ്റാണ് യഥാർത്ഥത്തിൽ. സോ അദ്ദേഹം എന്തിനാണ് ആക്ച്വലി ഈ സൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്? ഈ സൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ് കൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. നമുക്ക് ലുക്കിംഗ് ഫോർ ബൈ ആൻഡ് സെൽ പ്രോപ്പർട്ടി, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, ഹോളിഡേ സെയിൽസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അക്കോമഡേഷൻ സെയിൽസും ട്രാവൽ ബിസിനസ്സും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും കൂടിയാണ് ആക്ച്വലി ഈ സൈറ്റ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പേര് നേരത്തെ എടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ അത് ദേവസ്വം ബോർഡിനോ അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനോ ഈ പേര് കിട്ടിയില്ല എന്നുള്ളതാണ്. സോ അപ്പൊ സമയത്ത് നമ്മൾ എടുത്തില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞത്. സോ അവസാനം ദേവസ്വം ബോർഡ് കേസും ഒക്കെ ആയിട്ട് പോയിട്ട് അത് ജയിക്കാൻ പറ്റിയില്ല. ഇതൊരു ഒഫീഷ്യൽ സൈറ്റ് അല്ല എന്നൊക്കെയുള്ള ചെറിയ അക്ഷരത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമയത്ത് തന്നെ നിങ്ങളുടെ വെബ് അഡ്രസ്സുകൾ എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഗോഡാഡി പോലുള്ള സൈറ്റിൽ ചെന്ന് പേര് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പേര് ലഭിക്കും. ആ പേര് അവൈലബിൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഡൊമൈൻ നെയിമിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ്സുകൾ എടുക്കും നമ്മുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് മേടിക്കുക. മറ്റൊരാളെ കൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കുവാൻ കൊടുക്കുകയാണെങ്കിൽ പോലും അത് നമ്മുടെ പേരിൽ മേടിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറയാൻ കാര്യം, നമ്മുടെ കഴിഞ്ഞ ഒരു 9-10 വർഷമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. എനിക്ക് പലരും ക്ലാസ്സുകളിൽ വരുമ്പോഴത്തേക്ക് അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. സോ അതിൽ
ചില പാർട്ടിസിപ്പൻസ് പറഞ്ഞത് അവർ വലിയ പൈസ കൊടുത്ത് വെബ്സൈറ്റ് ഒക്കെ നിർമ്മിച്ചു. പക്ഷെ ഇപ്പം ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ ഇത് പറയുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് വെബ്സൈറ്റിന്റെ അഡ്രസ്സ് കിടക്കുന്നത് ആ ചെയ്ത് കൊടുത്ത ആളുടെ പേര് കിടക്കുകയാണ്. അതായത് വെബ്സൈറ്റ് ഡെവലപ്പറുടെ പേര് കിടക്കുകയാണ് ഈ വെബ്സൈറ്റ് അഡ്രസ്സ്. അത് മാറ്റി നമ്മുടെ പേരിലേക്ക് ആക്കി തരാൻ ചെല്ലാൻ പറഞ്ഞപ്പോഴത്തേക്ക്, അതായത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയണം 50,000 രൂപ തന്നാലേ ട്രാൻസ്ഫർ ചെയ്ത് തരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു, നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ സൈറ്റ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ചെയ്യിപ്പിച്ച സൈറ്റിന്റെ അഡ്രസ്സ് അവരുടെ പേരിൽ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വീട് വെച്ചിട്ട് വീടിന്റെ ആധാരം അത് പണിഞ്ഞു തന്ന മേശിരിയുടെ പേരിൽ കിടക്കുന്നതിന് തുല്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒരാളെ കൊണ്ട് സൈറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. കാരണം പലർക്കും വലിയ അബദ്ധങ്ങൾ പറ്റുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ. നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവില്ലായിരിക്കും. സോ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും പല അഡ്വർടൈസിങ് കമ്പനികളും വെബ്സൈറ്റ് ഡെവലപ്പേഴ്സും ഈ രീതിയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അത് നമ്മുടെ പേരിൽ മേടിക്കുക, ആ സമയത്ത് മേടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് വെബ് അഡ്രസ്സിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, നമുക്കിനി ഓൺലൈൻ മണി മേക്കിംഗിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ കമന്റ് ചെയ്യാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. റെഡിയാണോ? ഓൺലൈൻ മണി മേക്കിംഗ്. വെബ്സൈറ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യാം, വെബ്സൈറ്റ് അഡ്രസ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് അഡ്രസ് പർച്ചേസ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഗോഡാഡി എന്ന് പറയുന്ന സൈറ്റിലേക്ക് ചെല്ലുക. ഗോഡാഡി ഉണ്ട്, ഹോസ്റ്റിംഗർ ഉണ്ട്, പല സൈറ്റുകളുണ്ട്. സോ അതിലേക്ക് വന്നതിന് ശേഷം നമ്മളിവിടെ എന്ത് ചെയ്യുക, ആ വെബ് അഡ്രസ്സ് സെർച്ച് ചെയ്ത് കണ്ടെത്തുക. ഇപ്പൊ ഞാനിവിടെ നേച്ചർ ഫ്രഷ് എന്ന് പറയുന്നത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നേച്ചർ ഫ്രഷ് കേരള എന്നുള്ളത് ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, നേച്ചർ ഫ്രഷ് കേരള.com അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ടോ? 599 രൂപ. ഇത് നമ്മൾ കണ്ടിന്യൂ എന്നുള്ള സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി, കണ്ടിന്യൂ എന്നുള്ള പേരിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് നമ്മുടെ പൈസ അടച്ചത് കംപ്ലീറ്റ് ചെയ്യുക. പൈസ അടച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെബ് അഡ്രസ്സ് നമ്മുടെ പേരിലേക്ക് ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൈറ്റ് അതിനകത്ത് ബിൽഡ് ചെയ്യാം. വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മുടെ പേരിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സാവകാശം എടുത്ത് വേണമെങ്കിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. പക്ഷേ വെബ്സൈറ്റ് അഡ്രസ്സിന്റെ പേര് നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മേടിച്ച ആള് നമുക്ക് വിൽക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവരത് എക്സ്പയർ ആവുന്നവരെ നമ്മൾ കാത്തിരിക്കണം. പക്ഷെ അവർ എക്സ്പയർ ആവുന്നതിന് മുമ്പ് അവർ റിന്യൂ ചെയ്യും. അത് മാത്രമല്ല, ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഒരാൾക്ക് വാങ്ങിക്കാൻ ചെല്ലുവാണെങ്കിൽ അവർ വലിയ വില ചോദിക്കും. അത് വെബ്സൈറ്റ് വാങ്ങിച്ച് മറിച്ച് വിൽക്കുന്നത് ഒരു ബിസിനസ്സാണ്. വലിയ വില കൊടുത്ത് ഒരു 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 മിനിമം പ്രൈസിൽ വാങ്ങിച്ചിട്ട് വലിയ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്ന ഒരു വലിയ ബിസിനസ്സാണ്. ഡ്യൂറേഷൻ 1 ഇയർ ആണെന്ന് ചോദിക്കുന്നത്. ഡ്യൂറേഷൻ 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 5 ഇയർ, 10 ഇയർ, ഏത് പീരീഡിലേക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും. 1 ഇയറിലേക്കാണ് എടുക്കുന്നതെങ്കിൽ സെക്കൻഡ് ഇയറിൽ റിന്യൂ ചെയ്യണം. 5 ഇയേഴ്സിലാണ് എടുക്കുന്നതെങ്കിൽ 5 വർഷം കഴിഞ്ഞ് റിന്യൂ ചെയ്താൽ മതി. അത് നമുക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ 1 ഇയറിലേക്ക് വേണോ, 5 ഇയറിലേക്ക് വേണോ, 10 ഇയറിലേക്ക് വേണോ എന്നുള്ളത് ചൂസ് ചെയ്യാം. 1 ഇയറിലേക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യം റിന്യൂ ചെയ്യാൻ നമുക്ക് തന്നെയായിരിക്കും അവസരം. അത് കഴിഞ്ഞ് വേറൊരാൾക്ക് അത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റിന്യൂ ചെയ്യാൻ വിട്ടുപോകണം. റിന്യൂ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് കോമൺ പൂളിലേക്ക് വേറെ ആൾക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ സമയത്ത് തന്നെ അത് മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടന്നാലോ? ഓൺലൈൻ മണി മേക്കിംഗിലേക്ക് കടക്കാം. അതെന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ മെത്തേഡുകൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതി ഒരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. സോ ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡായ അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടാണ്. അതായത് പാസീവ് ഇൻകം, ആക്റ്റീവ് ഇൻകം, ഇങ്ങനെ 2 ടൈപ്പിലുള്ള ഇൻകം ഉണ്ട്. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്യുന്നു, നമുക്ക് ആ ജോലിയിൽ നിന്ന് ശമ്പളം കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നു. അതാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മളൊരു ജോലിയും ചെയ്യാതെ ഇരിക്കുമ്പോഴും നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലുകൾ വളർത്തിയെടുക്കുന്നവരുണ്ട്. അവർ ആദ്യകാലത്ത് കുറെ കഷ്ടപ്പെടുന്നുണ്ട്. ലൈക്ക് ചെയ്യൂ, ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് അവർ വർക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന പരസ്യത്തിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അതൊരു പാസീവ് ഇൻകം ആണ്. അതായത് ആദ്യകാലത്ത് വർക്ക് ചെയ്ത് ഇപ്പം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഒരു ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെയുള്ള ഒരു ഇൻകമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻകം. അപ്പൊ നമുക്ക് ജീവിതത്തിൽ നമുക്ക് കുറച്ചുകൂടെ സുരക്ഷിതമാവണമെങ്കിൽ നമ്മൾ ഈ ആക്റ്റീവ് ഇൻകം കൂടാതെ ഒരു പാസീവ് ഇൻകം കൂടെ നമ്മൾ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പാസീവ് ഇൻകം കൂടെ. സോ പാസീവ് ഇൻകം നമുക്ക് ഉണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്കാലവും ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. സോ ഈ പാസീവ് ഇൻകത്തിനെ കുറിച്ചുള്ള ഒരു ഫേമസ് കൊട്ടേഷൻ പറഞ്ഞ ഒരാളാണ് വാരൻ ബഫറ്റ്. വാരൻ ബഫറ്റ് ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ 10ാം സ്ഥാനത്തിനുള്ളിലുള്ള ആളാണ്. സോ അദ്ദേഹം പറയുന്നത്, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് വരുമാനം വരുന്ന ഒരു സംവിധാനം സെറ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ ഹാവ് ടു വർക്ക് അണ്ടിൽ യു ഡൈ, മരിക്കുന്നവരെ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. ശരിയല്ലേ? നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന എന്തെങ്കിലും സംവിധാനം, ഒന്നുകിൽ നല്ല സമ്പാദ്യം ഉണ്ടായിരിക്കണം, അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. സോ അന്നേരം പിന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ട അധിക കാലം. സോ അല്ലെങ്കിൽ നമ്മൾ എക്കാലവും വർക്ക് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻകം വരുന്ന സംവിധാനം നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. സോ അതിന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ കാണിക്കാം.
നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യണം. അതിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. digitalmagnetonline.com. ഓക്കെ, digitalmagnetonline.com എന്ന സൈറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, digitalmagnetonline.com-ലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ സൈഡിൽ ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്നൊക്കെയുള്ള പരസ്യം വെച്ചിരിക്കുന്നുണ്ടോ? സോ എന്തിനാണ് നമ്മുടെ കമ്പനിയുടെ സൈറ്റിൽ ആമസോണിന്റെ പരസ്യം വെച്ചിരിക്കുന്നത്? സോ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും ആമസോണിലേക്ക് ചെന്ന് ആമസോണിലേക്ക് 17 കോടി പ്രോഡക്റ്റുകളിൽ എന്തെങ്കിലും വാങ്ങിച്ചാൽ എനിക്കൊരു കമ്മീഷൻ കിട്ടും. സോ ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ നേരിട്ട് സെല് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്നതാണ്. സോ ഇത് കിട്ടണമെങ്കിൽ ആദ്യം ആമസോണിന്റെ സൈറ്റിൽ തന്നെ വന്ന് നമുക്ക് ഇവിടെ ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഒരു അഫിലിയേറ്റ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക്കും ഇല്ല, നമ്മൾ പേയ്മെന്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ബിക്കം ആൻ അഫിലിയേറ്റിലേക്ക് വരുന്നു, ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ് ഒക്കെ കൊടുക്കുന്നു. സോ അക്കൗണ്ട് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഏത് പ്രോഡക്റ്റിന്റെ ലിങ്ക് എടുക്കാം, അല്ലെങ്കിൽ കോമൺ ലിങ്ക് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അത് നമ്മളത് സോഷ്യൽ മീഡിയയിലൂടെയോ നമ്മുടെ വെബ്സൈറ്റിലൂടെയോ വാട്സാപ്പിലൂടെയോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. സോ ആൾക്കാർ ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം കിട്ടുന്നു. സോ ആദ്യ കാലത്ത് നമ്മൾ കുറെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതേപോലത്തെ സൈറ്റുകളൊക്കെ നിർമ്മിച്ചിടുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ പിന്നീട് എപ്പോഴെങ്കിലും കയറി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. സോ ഈ രീതിയിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. സോ ഇത് ആമസോണിന് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, നിരവധി കമ്പനികൾക്ക് അഫിലിയേറ്റ് ലിങ്കുകളുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ സൈറ്റിനകത്ത് കാണാൻ സാധിക്കും. digitalmagnetonline.com എന്ന് പറയുന്ന സൈറ്റിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്നത് വെച്ചിരിക്കുന്നത്. ഇതും കമ്മീഷൻ കിട്ടുന്ന ലിങ്കുകളാണ്. ഇതേപോലെ നിരവധി അഫിലിയേറ്റ് മെത്തേഡുകളുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അഫിലിയേറ്റ് ഇൻകം കൂടാതെ നിങ്ങൾക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ ഉള്ള മറ്റൊരു വഴിയാണ് ആക്ച്വലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യാനൊക്കെ സാധിക്കുമെങ്കിൽ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് അത് ഓൺലൈനിലൂടെ സെല് ചെയ്യാൻ സാധിക്കും. ലൈവ് ക്ലാസ്സുകൾ എടുക്കാൻ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്കില്ലില്ലെങ്കിൽ വീഡിയോസ് നിങ്ങളുടെ സ്കില്ലിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ കോവിഡിന്റെ സമയത്ത്, ഈ കഴിഞ്ഞ 2020 കോവിഡിന്റെ സമയത്ത് കേരളത്തിലുള്ള നിരവധി ട്രെയിനേഴ്സിന് പ്രതിസന്ധി വന്നായിരുന്നു. സോ അവർക്ക് ഹോട്ടലുകളിൽ പോയി ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കത്തില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് യഥാർത്ഥത്തിൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്തു. സോ ആ സമയത്ത് ആരംഭിച്ച, അല്ലെങ്കിൽ ആ സമയത്ത് കൊടുത്ത ഒരു കോഴ്സാണ് ആക്ച്വലി ക്രിയേറ്റ് ആൻഡ് സെൽ ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തായിരുന്നു. അങ്ങനെയുള്ള ട്രെയിനേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് അതിനകത്തുനിന്ന് ഓൺലൈനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും. സോ ഞാൻ ആ കോഴ്സ് ഇവിടെ കാണിക്കാം. അതായത് കേരളത്തിലുള്ള ഏകദേശം 200ഓളം ട്രെയിനേഴ്സ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ അണ്ടറിൽ ട്രെയിനിങ് എടുത്തിട്ടുള്ളവരാണ്. നിങ്ങൾക്കിവിടെ ആ കോഴ്സ് ഞാനിവിടെ കാണിക്കാം. നമുക്കിവിടെ ഉണ്ടായിരുന്ന, ഇപ്പോഴും ആക്ച്വലി ആ കോഴ്സ് അതിൻ്റെ റെക്കോർഡിങ്സ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ, അതിൻ്റെ ലൈവ് ക്ലാസ്സുകളില്ല. അത് ആ സമയത്താണ് അതിൻ്റെ ലൈവ് ക്ലാസ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, ക്രിയേറ്റ് ആൻഡ് സെൽ ഓൺലൈൻ കോഴ്സസ്, ക്രിയേറ്റ് ആൻഡ് സെൽ ഓൺലൈൻ കോഴ്സസ്. സോ ഈ കോഴ്സിന് റെക്കോർഡ് കോഴ്സുകളും ലൈവ് ക്ലാസ്സുകളും 2020 നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 200ഓളം ട്രെയിനേഴ്സ് ആക്ച്വലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ അണ്ടറിൽ ഗൈഡൻസിൽ പഠിച്ചിട്ടുള്ളവരാണ് ആക്ച്വലി കേരളത്തിലുള്ള 200ഓളം ട്രെയിനേഴ്സ്. യഥാർത്ഥത്തിൽ ഇത് ഒരു പാസീവ് ഇൻകത്തിനുള്ള ഒരു സ്കോപ്പ് കൂടിയാണ്. അപ്പൊ നമ്മുടെ സ്കില്ലിനെ നമുക്കൊരു മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ അറിവുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്ത് ടീച്ചബിൾ എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഓൺലൈനിലൂടെ സെല് ചെയ്യാൻ സാധിക്കും. കാരണം അത് നിരവധി പേർക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് അത് റെക്കോർഡ് ചെയ്യാനും അത് പ്രിപ്പയർ ചെയ്യാനും വൺ ടൈം എഫർട്ടാണ് വരുന്നത്. പക്ഷെ അത് നിരവധി പേർക്ക് സെല് ചെയ്യാൻ സാധിക്കും. അത് ഒരു പാസീവ് ഇൻകം മെത്തേഡാണ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ആക്ച്വലി പാസീവ് ഇൻകത്തിനെ പറ്റിയും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചും പറയാനുള്ളത്. ക്യാൻ വി ഡു ഇറ്റ് ഓൺ അവർ ഫേസ്ബുക്ക്? അതെ, ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അഫിലിയേറ്റ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ ഒക്കെ ആ ലിങ്കുകൾ പ്രൊമോട്ട് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. സോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും എന്തെങ്കിലും പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അതേസമയം അവർക്ക് കൂടുതൽ പൈസ ആമസോണിൽ കൊടുക്കട്ടെ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്ത് ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നു, അവർ ആമസോണിൽ കയറി നേരിട്ട് വാങ്ങിച്ചാലും നിങ്ങൾ കൊടുക്കുന്ന അഫിലിയേറ്റ് കമ്മീഷൻ ലിങ്കിലൂടെ പോയി പർച്ചേസ് ചെയ്യാൻ രണ്ടിനും ഒരേ പ്രൈസ് ആണ് ആക്ച്വലി ആമസോണിൽ അടക്കേണ്ടി വരുന്നത്. എന്ന് പറയുന്നത് നമുക്ക് തരുന്ന കമ്മീഷൻ ആമസോണിന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നാണ് ആമസോൺ നമുക്ക് തരുന്നത്, അല്ലാതെ കസ്റ്റമറിന്റെ തന്നെ എക്സ്ട്രാ മേടിക്കുന്ന പൈസയല്ല നമുക്ക് കമ്മീഷനായിട്ട് തരുന്നത് എന്നുള്ളതാണ്. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാവുന്നതാണ് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത് ക്യാൻ യു മേക്ക് മണി ഇൻ പിൻട്രസ്റ്റ്? പിൻട്രസ്റ്റിനകത്തും യഥാർത്ഥത്തിൽ അഫിലിയേറ്റ് ലിങ്കുകൾ പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ പിൻട്രസ്റ്റിനകത്തും യഥാർത്ഥത്തിൽ നമുക്ക് പോസ്റ്ററുകളും അതേപോലെ തന്നെ ഇൻഫോഗ്രാഫിക്സും വെക്കുമ്പോൾ
നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക്ഡ് സൈറ്റിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. പിൻട്രസ്റ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് സാധിക്കും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. യെസ്, റെഡിയാണ്. നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് യഥാർത്ഥ ഗൂഗിളിൽ വരുന്ന പരസ്യങ്ങൾ എന്താണ് ആക്ച്വലി ആ സംഭവം. സോ അത് എങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, നമ്മൾ ഗൂഗിൾ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പരസ്യങ്ങൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്യും. ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഓക്കെ, സെർച്ചിൽ ആദ്യം വന്നിരിക്കുന്ന ചില ലിങ്കുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഈ വന്നിരിക്കുന്നതിനകത്ത് സ്പോൺസേഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന യഥാർത്ഥത്തിൽ ഗൂഗിളിൽ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് ads.google.com എന്ന് പറയുന്ന സൈറ്റ്. ads.google.com. ഇതിന് പറയുന്നത് ഗൂഗിൾ ആഡ്സ് എന്നാണ്. ഗൂഗിൾ ആഡ്സ്, അതായത് ഗൂഗിൾ ആഡ്സിന്റെ സൈറ്റിൽ ചെന്ന് നമുക്ക് പരസ്യം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ന വാക്കുകൾ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ സൈറ്റ് അല്ലെങ്കിൽ എൻ്റെ ക്ലയന്റിന്റെ സൈറ്റ് സെർച്ചിൽ ആദ്യം വരണമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഗൂഗിൾ ആഡ്സിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഡ്രൈവ് സെയിൽസ് വിത്ത് ഗൂഗിൾ ആഡ്സ്. സോ ഇതിനുള്ളിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും, അഡ്വർടൈസ്മെന്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ അവിടെ സെറ്റ് ചെയ്യുന്ന സമയത്താണ് എന്തൊക്കെ വാക്കുകൾ സെർച്ച് ചെയ്യുമ്പോൾ വരണം എന്നൊക്കെയുള്ളത് സെറ്റ് ചെയ്യുന്നത്. സോ ഇതിനുള്ളിൽ ആഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ വന്ന് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളോ സെന്റൻസുകളോ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യ പൊസിഷനിൽ വരാനും അതിലൂടെ ബിസിനസ് നേടാനും സാധിക്കും. ഇത് ഒരു മെത്തേഡാണ് ഗൂഗിൾ സെർച്ചിൽ ആദ്യം എത്തിക്കാനുള്ള ഒരു പെയ്ഡ് മെത്തേഡാണ് ഈ സംഗതി എന്ന് പറയുന്നത്. ഇനി ഫ്രീ ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡുകളുണ്ട്. ഒന്ന് SEO എന്ന് പറയുന്ന മെത്തേഡ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. നമ്മുടെ സൈറ്റിനകത്ത് കീവേഡുകളൊക്കെ കൊടുത്ത് ചില സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ സൈറ്റിനെ ഇതേപോലെ ഗൂഗിൾ സെർച്ചിൽ ആദ്യ പൊസിഷനുകളിൽ എത്തിക്കാൻ സാധിക്കും. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ് അത് പറയുന്നത്. സോ അത് ആക്ച്വലി ഒരു കുറച്ച് ടെക്നിക്കൽ പ്രോസസ്സാണ്. അത് നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ് ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന സംഗതി. അതാണ് രണ്ടാമത്തെ ഒരു അൺപെയ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സംഗതി ഗൂഗിൾ മാപ്പിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗൂഗിൾ എടുത്ത് ഇപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ സർവീസ് ഇൻ ട്രിവാൻഡ്രം എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, തിരുവനന്തപുരത്ത് കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഗൂഗിൾ മാപ്പിൽ വന്നിരിക്കുന്നുണ്ടോ? ഇതിന് പറയുന്ന ഗൂഗിൾ മൈ ബിസിനസ് എന്നാണ് പറയുന്നത്. അതായത് മാപ്പിനകത്ത് ഇതേപോലെ വരികയും നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് ആൾക്കാർക്ക് ഡ്രൈവ് ചെയ്ത് വരാം, അല്ലെങ്കിൽ നമ്പർ എടുത്ത് വിളിക്കാം, നമ്മുടെ റേറ്റിംഗ്സ് റിവ്യൂസും ഒക്കെ കാണാൻ സാധിക്കും. സോ ഈ രീതിയിൽ എത്തിക്കുന്നതാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ഗൂഗിൾ മൈ ബിസിനസ് മറ്റൊരു മെത്തേഡാണ് മാപ്പിനകത്ത് കൊണ്ടുവരുന്നത്, ഗൂഗിൾ മൈ ബിസിനസ്. സോ ഈ മൂന്ന് സംഗതികളുണ്ട് ആക്ച്വലി ഗൂഗിൾ സെർച്ചിൽ എത്തിക്കാൻ. ഇത് പെയ്ഡ് മെത്തേഡാണ്, ഗൂഗിളിൽ പരസ്യം ചെയ്തെത്തിക്കുന്നത്. ഇത് നമ്മുടെ വെബ്സൈറ്റിന് ലിങ്കുകൾ എത്തിക്കുന്നതാണ് SEO എന്ന് പറയുന്നത്. ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ മാപ്പിനകത്ത് എത്തിക്കുന്നതാണ്, ഗൂഗിൾ മാപ്പിനകത്ത് എത്തിക്കുന്നതാണ്. സോ ഈ മെത്തേഡുകളിലൂടെയാണ് ആക്ച്വലി നമുക്ക് ഗൂഗിളിൽ ആദ്യം എത്തിക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഗൂഗിൾ മൈ ബിസിനസ് ഒക്കെ നമുക്ക് ഒരു ക്ലാസ് ആയിട്ട് തന്നെയുണ്ട് ഇവിടെ. ഗൂഗിൾ മൈ ബിസിനസ്സും ഗൂഗിൾ സെർച്ച് ആഡും ഒക്കെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ, സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ, കോഴ്സിൽ തന്നെയുള്ള ഒരു ടോപ്പിക്കാണത് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് സിഗ്നേച്ചർ IT സൊല്യൂഷൻസ്. ഓക്കെ, ക്ലാസ്സിന് ശേഷം അദ്ദേഹം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥ സിഗ്നേച്ചർ IT സൊല്യൂഷൻസ് ആദ്യ പൊസിഷനുകളിൽ അദ്ദേഹം എത്താൻ സാധിച്ചത്. സൈദ് അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സോ അവിടെ ഒരു വിർച്വൽ എക്സ്പീരിയൻസ് കസ്റ്റമറിന് കൊടുക്കുന്നുണ്ടോ? ആ ഒരു ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാൾ ലൊക്കേഷൻ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ തന്നെ പുറത്തു നിന്നുള്ള വ്യൂ ഇതേപോലെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഇതേപോലെ കാണാൻ സാധിക്കും. ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. ഇത് നമ്മുടെ പാർട്ടിസിപ്പന്റ് ആയ സൈദ് അലിയാണ്, സിഗ്നേച്ചർ IT സൊല്യൂഷന്റെ ഓണറാണ് സൈദ് അലി. സൈദ് അലി ആ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്തിട്ട് കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഫോട്ടോ ഇട്ടിരിക്കുന്നുണ്ടോ? സോ ഇതെല്ലാം ഒരു വിർച്വൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യും മറ്റ് കസ്റ്റമേഴ്സിലേക്ക്. സോ അവർ ഈ ഒരു ഷോപ്പിലേക്ക് തന്നെ വരാൻ ശ്രമിക്കും, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ ഇവിടേക്ക് തന്നെ വരാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമറിന് ഈ ഗൂഗിൾ മാപ്പിലൂടെ അല്ലെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ്സിലൂടെ ഒരു വിർച്വൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ഷോപ്പിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം ഗൂഗിൾ മൈ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള. ഇത് മാർക്ക് ചെയ്തിട്ടില്ലാത്തവർ ഇനി മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാർക്ക് ചെയ്യാൻ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ലഭിക്കും. അതിൽ ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ലൊക്കേഷൻ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റും, വർക്കിംഗ് അവേഴ്സ് കൊടുക്കാൻ പറ്റും, മാപ്പ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് റേറ്റിംഗ്സ് റിവ്യൂസും ഒക്കെ കളക്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലവില്ലാതെ തന്നെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഷോപ്പിലേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റഡ് ആവുകയോ ചെയ്യും, പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ തന്നെ. സോ ആ രീതിയിലും നമുക്ക് ഗൂഗിൾ പ്രൊഫൈലുകൾ സെറ്റ് ചെയ്ത് ബിസിനസ് നേടാൻ സാധിക്കുന്നതാണ്.
സോ ഈ 3 മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഗൂഗിളിൽ പരസ്യം കൊടുത്തു തരുന്നത്, ഗൂഗിൾ മൈ ബിസിനസ് മാപ്പിൽ എത്തിക്കുന്നത്, പിന്നെ SEO എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൂടെ ആക്ച്വലി ഈ ഒരു ചെറിയ ക്ലാസ്സിനകത്ത് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള സംവിധാനം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ ലോങ് ടൈം കോഴ്സിനകത്ത് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഓരോ ടോപ്പിക്കുകളായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 1.5 മണിക്കൂർ ക്ലാസ്സിനകത്ത് സോ ഞാൻ എല്ലാത്തിനെ കുറിച്ച് എനിക്കൊരു ഓവർവ്യൂ പറയാനുള്ള ഒരു സമയമേ ഉള്ളൂ. മാത്രമല്ല ഇതൊരു അവയർനെസ് ക്ലാസ് ആണ്, എല്ലാത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവയർനെസ് ക്ലാസ് ആണ്. അതേസമയം നമ്മുടെ ലോങ് ടൈം കോഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിനെ കുറിച്ചും ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത് ക്യാൻവ, remove.bg, അതേപോലെ തന്നെ ഫേസ്ബുക്കിന്റെ അൺപെയ്ഡ് മാർക്കറ്റിംഗ് ആണ്. സോ മറ്റൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നത് ഫേസ്ബുക്ക് സ്പോൺസേഡ് ആഡുകളും ഫേസ്ബുക്ക് ആഡ് കോപ്പി ക്രിയേഷൻ ആണ്. മറ്റൊരു ക്ലാസ്സിൽ വരുമ്പോഴോ വെബ്സൈറ്റ് ക്രിയേഷൻ ആണ്. ആ ക്ലാസ് മൊത്തം പഠിപ്പിക്കുന്നത് വെബ്സൈറ്റ് ക്രിയേഷൻ ആണ്. സോ അങ്ങനെ ഓരോ ക്ലാസ്സുകളിലും ഒരു ടോപ്പിക് അല്ലെങ്കിൽ 2 ടോപ്പിക്കാണ് മാക്സിമം കവർ ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ക്ലാസ്സുകളാണ് ഇവിടെ നമ്മൾ റൺ ചെയ്യുന്നത്. സോ മാത്രമല്ല ഒരു ലോങ് ടൈം സപ്പോർട്ടും ഇതിനകത്ത് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഹൗ ക്യാൻ ഐ മേക്ക് മണി ഇൻ Pinterest? ഓക്കെ, സേ മോർ. ക്യാൻ ഐ മേക്ക് മണി? ഓക്കെ, പിൻട്രസ്റ്റിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അത് നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ക്ലാസ്സിനകത്ത് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് ഈ ഒരു 1.5 മണിക്കൂർ ക്ലാസ്സിനകത്ത് പിൻട്രസ്റ്റിനെ പറ്റി മാത്രം പറയാൻ സാധിക്കില്ല. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചാറ്റിൽ വന്ന് ചോദിക്കുന്നത് പിൻട്രസ്റ്റിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും അത് അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ സാധ്യമാണ്. ഓക്കെ, സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെ ഒരു മോഡ്യൂളായിട്ട് നമ്മുടെ കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പം നമ്മൾ എല്ലാ ടോപ്പിക്കിനെ കുറിച്ചുള്ള അവയർനെസ് മാത്രമാണ് എനിക്കിവിടെ പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ നിങ്ങൾക്ക് ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ നമ്മളിവിടെ കണ്ട ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മളിവിടെ കണ്ട ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ്, അതുപോലെ തന്നെ പിന്നെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ക്യാൻവ, അതുപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മിക്സോ എന്ന് പറയുന്ന ടൂള്. സോ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ നോളജിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടിക്കലാക്കുമ്പോഴായിരിക്കും നമുക്ക് അതിനകത്ത് ഔട്ട്പുട്ട് ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തതിന്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു.